സംശയം ഉണ്ടോ ഇന്നലെ വായിച്ചതിന്റെ? നിനക്ക് കിട്ടിയ വായിച്ചോ? എന്തെങ്കിലും ഡൗട്ട്സ്? സിക്സ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് കാര്യം ഡൗട്ട് ഒന്നും ഉണ്ടാവില്ലല്ലോ. ഉണ്ടോ? എല്ലാരും വായിച്ചോ? അത് പറ. വായിക്കാത്ത അറിയണ്ടോ? വായിച്ചോ? ഇതിലുള്ള ബോൾഡ് സാധനങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ്? ഫസ്റ്റ് പേജ് ന്യൂമോണൊക്കെ എന്താ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ? കോൺസ്റ്റലേഷൻസ് എന്താ അപ്പം? കോൺസ്റ്റലേഷൻസ് a group of stars forming some pattern in the sky. നൈറ്റ് സ്കൈയിൽ എന്തെങ്കിലും പാറ്റേൺ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കും. എക്സാമ്പിൾസ് ഓഫ് കോൺസ്റ്റലേഷൻസ് ഏതൊക്കെയാ? ഓറിയോൺ കോൺസ്റ്റലേഷൻ ഉണ്ട്, ബിഗ് ഡിപ്പർ ഉണ്ട്, അതേപോലെ സ്മോൾ ഡിപ്പർ, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ട്. ഓക്കെ, ഏതൊക്കെ എക്സാമ്പിൾസ്? കോൺസ്റ്റലേഷൻ എക്സാമ്പിൾസ് ബിഗ് ബിയർ അല്ലെങ്കിൽ ബിഗ് ഡിപ്പർ എന്നും പറയും കേട്ടോ. ബിഗ് ബിയർ അല്ലെങ്കിൽ അതിനെ അർസ മേജർ എന്ന് പറയും. ഇതൊക്കെ ഒരേ സാധനം തന്നെയാണ്. ഇത് വെച്ച് ഈ ഒരു കോൺസ്റ്റലേഷനെ വെച്ചിട്ടാണ് നമ്മൾ ഈ നോർത്ത് സ്റ്റാറിനെ അല്ലെങ്കിൽ പോൾ സ്റ്റാറിനെ കണ്ടുപിടിക്കുക. ഈ ഒരു പാറ്റേൺ നോക്കും, മോളോട് നോക്കി കഴിഞ്ഞാൽ എല്ലാ സ്റ്റാറും ഒരേപോലെ തോന്നൂലേ? അപ്പൊ അത് മനസ്സിലാക്കാൻ ഈ നോർത്ത് സ്റ്റാർ അല്ലെങ്കിൽ പോൾ സ്റ്റാർ ഏതാന്ന് മനസ്സിലാക്കാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ഒരു കോൺസ്റ്റലേഷൻ കാണണം. പാറ്റേൺ മനസ്സിലാക്കി കഴിഞ്ഞാൽ അതാണ് ആ കോൺസ്റ്റലേഷൻ. അപ്പൊ അതൊന്നും ഒരു ഇതാണ് അങ്ങനെ ഒരു സ്പൂണിന്റെ ഷേപ്പിലാണ് ഈ കോൺസ്റ്റലേഷൻ ഉള്ളത്. സ്പൂണിന്റെ ഷേപ്പിൽ. ഓക്കെ, നൈറ്റ് സ്കൈ നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്പൂണിന്റെ ഷേപ്പായിട്ട് തോന്നും. ഈ ഒരു സ്പൂണിന്റെ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണുന്ന സ്റ്റാറിനെയാണ് അല്ലേ, ഈ ഒരു സ്പൂണിന്റെ എഡ്ജില്ലേ, ആ എഡ്ജിൽ നിന്ന് കിട്ടുന്ന സ്റ്റാർ ആണ് എന്ത്? നോർത്ത് സ്റ്റാർ. ഇതാണ് പോൾ സ്റ്റാർ അല്ലെങ്കിൽ നോർത്ത് സ്റ്റാർ. ഓക്കെ, പോൾ സ്റ്റാർ നോർത്ത് സ്റ്റാർ ഒരേ സ്റ്റാർ തന്നെയാണ് കേട്ടോ. ഇത് തന്നെയാണ് പോൾ സ്റ്റാർ. അപ്പൊ പണ്ട് കാലത്ത് ഈ സ്റ്റാറിനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നോർത്ത് ഡയറക്ഷൻ, എല്ലാ ഡയറക്ഷനും പറയാൻ പറ്റും. അത് നോർത്ത് ഡയറക്ഷനിലായിരിക്കും, ബാക്കിയെല്ലാം നോർത്ത് ഡയറക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ റൈറ്റ് സൈഡിൽ ഈസ്റ്റ് ആയിരിക്കും, ലെഫ്റ്റിൽ വെസ്റ്റ് ആയിരിക്കും, ബാക്ക് സൈഡിൽ എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും അല്ലെ? ഇതാണ് അതിന്റെ മെത്തോഡോളജി മനസ്സിലാക്കാനുള്ള, ഡയറക്ഷൻ മനസ്സിലാക്കാനുള്ള. ഓക്കെ, പിന്നെ ഇത് വേറൊരു കോൺസ്റ്റലേഷൻ ആണ് എന്ത്? സപ്തഋഷി അല്ലെങ്കിൽ ഓറിയോൺ കോൺസ്റ്റലേഷൻ. ഇംഗ്ലീഷിൽ വരെ ഓറിയോൺ എന്നാ വിളിച്ചത്, ഇന്ത്യയിൽ അത് നമ്മള് സപ്തഋഷി എന്നാ പറയുന്നത്. ഓക്കെ, പണ്ട് കാലത്ത് എല്ലാ സിവിലൈസേഷനും ഓരോ ആൾക്കാര് ഓരോ പേരിട്ട് തന്നെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിനെ സപ്തഋഷി, ഇന്ത്യയിലെ ആൾക്കാരെ അതിനെ സപ്തഋഷി എന്നാണ് വിളിച്ചിരുന്നത്. അതേപോലെ യൂറോപ്പിലെ ആൾക്കാരെ അതിനെ ഓറിയോൺ എന്നാണ് വിളിച്ചത്. ഓക്കെ, അപ്പം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസ്റ്റലേഷൻസ് ഏതൊക്കെ അറിയാലോ അല്ലെ? അർസ മേജർ, അർസ മൈനർ എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഉണ്ട് കേട്ടോ. അത് പേര് ഓർത്ത് വെച്ചാൽ വേറെ ഒന്നും കാര്യമില്ല. ചിലപ്പോ ചോദ്യം വരാം, ബട്ട് അങ്ങനത്തെ ഏരിയ ഒന്നും ഇപ്പൊ വരുന്നില്ല. ബട്ട് സ്റ്റിൽ ഇത് അറിഞ്ഞിരിക്കണം. ഡയറക്ഷൻസ് മനസ്സിലാക്കാനുള്ള സാധനമാണെന്നുള്ള മനസ്സിലാക്കാം. ഓക്കെ, പിന്നെ എന്താ? പ്ലാനറ്റ്സ്. എന്താണ് പ്ലാനറ്റും സ്റ്റാർസും തമ്മിൽ വ്യത്യാസം വരുന്നത്? നമ്മൾ സ്റ്റാർസിനെ പറ്റി പറഞ്ഞു അല്ലെ? സ്റ്റാർസ് കോൺസ്റ്റലേഷൻ ഫോം ചെയ്യും, ഒരു പാറ്റേൺ ഫോം ചെയ്യും. എപ്പൊ നോക്കുമ്പോൾ സ്റ്റാർസ് അതിന്റെ അതേ പൊസിഷനിൽ തന്നെ നിൽക്കും. പക്ഷെ പ്ലാനറ്റ്സ് എങ്ങനെയായിരിക്കും? പ്ലാനറ്റ്സ് ഓരോ ദിവസം അതിന്റെ പൊസിഷൻ മാറ്റും. ഓക്കെ, അതാണ് അതിന്റെ വ്യത്യാസം. നമ്മൾ സ്കൈയിലേക്ക് നോക്കുമ്പോൾ, നൈറ്റ് സ്കൈയിൽ നോക്കുമ്പോൾ പ്ലാനറ്റ്സും സ്റ്റാർസും നമ്മളെ വ്യത്യാസം എന്ന് വെച്ചാൽ സ്റ്റാർസ് ആ ഒരു പാറ്റേൺ എല്ലാ ദിവസവും ഫോളോ ചെയ്യും. നേരത്തെ സ്പൂണിന്റെ പാറ്റേൺ കണ്ടില്ലേ? ആ സ്പൂണിന്റെ പാറ്റേൺ ഏത് 5000 വർഷം മുന്നേ നോക്കിയപ്പോൾ അങ്ങനെ തന്നെയാണ്, ഇപ്പൊ നോക്കുമ്പോൾ അത് അങ്ങനെ തന്നെയാണ്. അപ്പൊ സ്റ്റാർസ് ഫിക്സഡ് ആണ് എർത്ത് നോക്കുമ്പോൾ. പക്ഷെ നമ്മളെ വേറെ പ്ലാനറ്റ്സ് ഇല്ലേ, മെർക്കുറി, വീനസ് അല്ലെ, അങ്ങനത്തെ പ്ലാനറ്റ്സ് എന്തായിരിക്കും? ഡെയിലി പൊസിഷൻ മാറ്റും. അങ്ങനെയാണ് നമ്മൾ അതൊരു വേറെ ടൈപ്പ് ഓഫ് ബോഡിയാണെന്ന് മനസ്സിലാക്കുന്നത്. ഓക്കെ, ഗ്രഹങ്ങൾ എന്ത് ചെയ്യും? ഡെയിലി അതിന്റെ പൊസിഷൻ മാറ്റും. അപ്പൊ മൂൺ സ്റ്റാർസ് ആയിട്ട് വിത്ത് റെസ്പെക്ട് സ്റ്റാർസ് മൂണിന്റെ പൊസിഷൻ സെയിം ആയിരിക്കില്ലല്ലോ, ആണോ? അല്ല, മൂൺ വേറെ രീതിയിലല്ലേ കറങ്ങുന്നത്. അപ്പൊ അതേപോലെ തന്നെ പ്ലാനറ്റ്സും വേറെ രീതിയിലാണ് കറങ്ങുക. അപ്പൊ
ഡെയിലി നമ്മൾ ഇത് ചെക്ക് ചെയ്യുമ്പോൾ പ്ലാനറ്റ്സിന്റെ പൊസിഷൻ മാത്രം എന്തായിരിക്കും മാറുന്നുണ്ട്. അങ്ങനെയാണ് ഇതിനെ ഈ ആൾക്കാര് പണ്ടത്തെ ആൾക്കാർ എന്ത് വിളിച്ച് വാൻഡ്രേഴ്സ് എന്നാ വിളിച്ചത്, അല്ലെങ്കിൽ പ്ലാനറ്റൈ അല്ലെങ്കിൽ വാൻഡ്രേഴ്സ്. മീനിങ് എന്താ? വാൻഡ്രേഴ്സ്. വാൻഡ്രേഴ്സ് ആണ് എന്താ? കറങ്ങി നടക്കുന്ന ആൾക്കാർ. ബാക്കി എല്ലാ സ്റ്റാർസും ഫിക്സഡ് ആണ്. പ്ലാനറ്റ്സ് മാത്രം ആയിട്ടുള്ള കുറച്ചെണ്ണം മാത്രമാണ് വാൻഡറിങ് ആണ്, കറങ്ങി നടക്കുക. പൊസിഷൻ ഫിക്സഡ് അല്ല. ഓക്കെ, അതാണ് അതിന്റെ പ്ലാനറ്റ് എന്നുള്ള വേർഡ് ഗ്രീക്ക് എന്നാ വന്നേ. പ്ലാനറ്റൈ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിന് അതിനാണ് നമ്മൾ പ്ലാനറ്റ്സിന് ലേറ്റർ ഓൺ വിളിക്കുന്നത്. മനസ്സിലായോ? പിന്നെ ബാക്കിയൊക്കെ തന്നെ എർത്ത് പ്ലാനറ്റ് ആണ്. ബാക്കിയുള്ള പ്ലാനറ്റ്സിനെ പറ്റിയിട്ട് നമ്മൾ നോക്കാം. ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? സംശയം ഉണ്ടോ? പിന്നെ പ്ലാനറ്റ്സിന് വേറെ ഡിഫറൻസ് എന്താ? അതിന് സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ല. അതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതല്ലേ? പ്ലാനറ്റിന് സ്വന്തമായിട്ട് ലൈറ്റോ ഹീറ്റോ ഇല്ല. അത് അതിന്റെ പാരന്റ് സ്റ്റാർ എന്നാണ് അല്ലെ ലൈറ്റ് ഹീറ്റും കിട്ടുന്നത്. അതറിയില്ലേ? അറിയാവുന്നല്ലേ? അറിയില്ലേ? ഇല്ലേ, ഗ്രഹങ്ങൾക്ക് സ്വന്തമായിട്ട് ലൈറ്റും ഹീറ്റും ഇല്ല. എർത്ത് ഒരു പ്ലാനറ്റ് ആണ്. എർത്തിന് ലൈറ്റും ഹീറ്റും എവിടെ നിന്ന് കിട്ടുന്നത്? സണ്ണിന്നാണ് കിട്ടുന്നത് അല്ലെ? അതേപോലെ തന്നെ ബാക്കി എല്ലാ പ്ലാനറ്റ്സും മെർക്കുറി, വീനസ്, ജൂപ്പിറ്റർ ഏതിനും ഒന്നിനും സ്വന്തമായിട്ട് ലൈറ്റും ഹീറ്റും ഒന്നും ഇല്ല. അപ്പം അതിനെല്ലാത്തിനും ലൈറ്റും ഹീറ്റും കിട്ടുന്നത് എവിടെ നിന്നാണ്? സ്റ്റാർസ് എന്നാണ്, അല്ലെങ്കിൽ സണ്ണിൽ നിന്നാണ് അല്ലെ? പിന്നെ അടുത്ത ടേം ആണ് എന്ത്? സാറ്റലൈറ്റ്. ഉപഗ്രഹങ്ങൾ അല്ലെ? ഉപഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ എന്താ? ഉപഗ്രഹം എന്താ? പ്ലാനറ്റ്സിനെ വലം വെക്കുന്ന, ഓർബിറ്റ് ചെയ്യുന്ന വേറെ സെലക്ഷ്യൽ ബോഡീസിനെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഉപഗ്രഹങ്ങൾ എന്താണ്? പ്ലാനറ്റ്സിനെ ഓർബിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വലം വെക്കുന്ന വേറെ ഒബ്ജക്ട്സിനെയാണ് സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. പ്ലാനറ്റ്സ് എങ്ങനെയായിരിക്കും? പ്ലാനറ്റ് ഒരു സ്റ്റാറിനെ ആയിരിക്കും വലം വെക്കുക. ഓക്കെ, ഇതിന് നമ്മൾ സാറ്റലൈറ്റ്സ് എന്ന് വിളിക്കും, ഉപഗ്രഹങ്ങൾ. അപ്പം നമ്മുടെ മൂൺ എന്താണ്? മൂൺ ഒരു സാറ്റലൈറ്റ് ആണ്. മൂൺ ഒരു സാറ്റലൈറ്റ് ആണ്. പിന്നെ വേറെ എന്താ അതിനകത്ത് ഇമ്പോർട്ടന്റ് ടേം? അപ്പൊ എത്ര പ്ലാനറ്റ്സ് ഉണ്ട് മൊത്തം? 8 പ്ലാനറ്റ്സ് ഉണ്ട്. 8 പ്ലാനറ്റ്സിൽ പേര് അറിയില്ലേ? പേരറിയോ? എല്ലാത്തിന്റെയും അറിയോ? ഈ ഒരു ഫാക്ട് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പം ചോദ്യം വരാം, വിച്ച് ഓഫ് ദ ഇൻട്രസ്റ്റിംഗ് ഫാക്ട് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. വായിച്ചിരുന്നോ ആരെങ്കിലും? ഇതൊക്കെ വായിച്ചിരുന്നോ? അങ്ങനത്തെ ബോക്സ് ഒക്കെ വായിച്ചിരുന്നോ? ഇനി മുതൽ ആണ് പറഞ്ഞ കൗതുകം വേണം, ബോക്സ് ഒക്കെ വായിക്കണം. ഓക്കെ, ബേസിക്കലി ഇങ്ങനത്തെ എല്ലാ സാധനവും വായിക്കാൻ നോക്കണം. എന്താ ബോക്സിൽ എന്താ പറയുന്നത്? ഫാക്ട് ആയിട്ട് ഇൻട്രസ്റ്റിംഗ് ഫാക്ട് ആണെന്ന് പറയുന്നത്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ഹാവ് റിംഗ് അറൌണ്ട് ദം. അപ്പൊ ഏതൊക്കെ പ്ലാനറ്റ്സിന് റിംഗ് ഉണ്ട്? നമുക്ക് എത്ര 8 പ്ലാനറ്റ്സ് ഉണ്ട് അറിയാം അല്ലെ? അതിൽ 3 എണ്ണത്തിന് റിംഗ് ഉണ്ട്. ഏതൊക്കെയാ? ചിലപ്പോൾ ചോദ്യം വരാവുന്ന ഏരിയയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലാനറ്റ്സ് ഹാവ് റിംഗ് അറൌണ്ട് ദം? എന്താ ചെയ്യാ? NCERT-യിൽ 6ാം ക്ലാസ്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ UPSC എത്തിയിട്ട് അത് മാർക്ക് ചെയ്യാണ്ട് വന്നാൽ എന്താ പിന്നെ അതിന് ഉത്തരം പറയാ നമ്മള്? എന്താ ചെയ്യാ? അപ്പം ഡെപ്തിൽ വായിക്കണം. വായിക്കുമ്പോ വെറുതെ വായിച്ച് പോരുത്. ഓക്കെ, ഇതിന്ന് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനത്തെ ബോക്സുകൾ ഇമ്പോർട്ടന്റ് ആണ്. NCERT വായിക്കും. ഓക്കെ, നമുക്ക് NCERT വായിക്കാൻ മാക്സിമം ഒരു 2 ആഴ്ച മാക്സിമം ഉണ്ടാവുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ NCERT 10ാം ക്ലാസ് വരെ തീർക്കണം. ഓക്കെ, ഇപ്പൊ നമ്മൾ 3 ഞാൻ ഹോംവർക്കായി തന്നു. ബാക്കി പക്ഷെ നമ്മൾ വായിച്ചു തീർക്കണം. So these rings may be seen from Earth with help of powerful telescope. സാറ്റേണിന് റിംഗ് ഉണ്ട് നമുക്കറിയാം അല്ലെ? സാറ്റേണിന് റിംഗ് ഇല്ലേ? ഇല്ലേ? അതേപോലെ ജൂപ്പിറ്ററിന് ചെറിയ റിംഗ് ഉണ്ട്, യുറാനസിന് റിംഗ് ഉണ്ട്. പക്ഷെ അത് അത്ര വിസിബിൾ ആയിട്ടുള്ള റിംഗ് അല്ല. സാറ്റേണിന്റെ റിംഗ് ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വിസിബിൾ ആയിട്ടുള്ള റിംഗ് അല്ലെ? ഓക്കെ, പിന്നെ ഇവിടെ പുതിയ കുറച്ച് ടേംസ് വരുന്നുണ്ട്. എന്താണ്? 8 planets, satellites and some other celestial bodies known as asteroids and meteoroids. എന്താണ്?
നോക്കിയോ? ആസ്ട്രോയിഡ്സ് മിട്രോയിഡ്സ് എന്താണ് നോക്കിയോ? ആസ്ട്രോയിഡ് ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട് അല്ലെ. ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞാല് ഗ്രഹങ്ങളെ പോലെ നല്ല ഗ്രഹങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? ഗ്രഹങ്ങളൊക്കെ റൗണ്ട് ഷേപ്പിലായിരിക്കും, ഓൾമോസ്റ്റ് നല്ല റൗണ്ട് ഷേപ്പിലായിരിക്കും. ഇതിനെ വലം വെക്കുന്ന സാറ്റലൈറ്റ്സും കുറെയൊക്കെ റൗണ്ട് ഷേപ്പ് ആയിരിക്കും അല്ലെ. മൂന്നൊക്കെ നല്ല റൗണ്ട് ഷേപ്പിലല്ലേ അല്ലെ? പക്ഷേ ഈ ആസ്ട്രോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിന് റൗണ്ട് ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, എന്തെങ്കിലുമൊക്കെ ഷേപ്പ് ആയിരിക്കും. വേറെ എന്തെങ്കിലും ഒരു ഡിഫോമിറ്റി ഉണ്ടാവും, റൗണ്ട് ആയിരിക്കില്ല. അങ്ങനത്തെ സാധനങ്ങൾ വലം വെക്കുന്നുണ്ട്, ഇങ്ങനത്തെ സൂര്യന് ചുറ്റിലും വലം വെക്കുന്നുണ്ട് ആസ്ട്രോയിഡ്സ്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് ആസ്ട്രോയിഡ്സ്. ഓക്കെ, ഇങ്ങനത്തെ ഷേപ്പ് റൗണ്ട് അല്ലാത്ത സാധനങ്ങൾ വിളിക്കുന്ന പേരാണ് ആസ്ട്രോയിഡ്സ്. ഓക്കെ, അപ്പൊ അതാണ് ആസ്ട്രോയിഡ്സ്. എന്താണ് മിട്രോയിഡ്സ്? എന്താണ് മിറ്ററോയിഡ്സ്? ഉറക്കെ പറ. സ്മോൾ പീസ് ഓഫ് റോക്സ് റിവോൾവ് അറൗണ്ട് ദ സൺ അല്ലെ. എന്താണ് അത്? ഈ ഒരു സാധനം കുറച്ച് വലുപ്പമൊക്കെ ഉണ്ടാവും, പക്ഷെ മറ്റേ മീറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയ സാധനങ്ങളായിട്ട് നമ്മളെ ഇവിടെ കാണുന്ന ചെറിയ ചെറിയ ബോൾ കല്ലുകളിൽ അത്ര വലുപ്പം ഉണ്ടാവുള്ളൂ, അത് ഇങ്ങനെ കറങ്ങുന്നതായിട്ട്. ഓക്കെ, മീറ്ററോയിഡ്സ് എന്ന് പറഞ്ഞാല് വളരെ ചെറിയ കല്ലുകൾ വിച്ച് ആർ ഓർബിറ്റിംഗ് ദ സൺ. വ്യത്യാസം മനസ്സിലായോ? അതിനും ഷേപ്പ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ അത് വളരെ ചെറുതായിരിക്കും. ഭൂമിനെയും ചന്ദ്രനെയും പോലത്തെ വലുപ്പൊന്നും ഉണ്ടാവില്ല, അല്ലെങ്കിൽ ചെറിയൊരു പീസ് ഓഫ് കല്ല് അതായിരിക്കും. ഓക്കെ, ഇത് എർത്ത്, അതിന്റെ ചുറ്റുന്ന മൂൺ റൗണ്ട് ആയിരിക്കും. പക്ഷെ ആസ്ട്രോയിഡ്സ് എങ്ങനെയായിരിക്കും? ആസ്ട്രോയിഡ്സ് വളരെ ഷേപ്പേ ഉണ്ടാവില്ല, പക്ഷെ അത് വലുപ്പം ഉണ്ടാവും, നല്ല വലുപ്പം ഉണ്ടാവും, കിലോമീറ്ററോളം വലുപ്പം ഉണ്ടാവും, പക്ഷെ റൗണ്ട് ആയിരിക്കില്ല. പക്ഷെ മീറ്ററോയിഡ്സ് ആയിരിക്കും വളരെ ചെറുതായിരിക്കും, മീൻസ് ഒരു 100 മീറ്റർ വലുപ്പൊക്കെ ഉണ്ടാവുള്ളൂ, കിലോമീറ്റർ ഒന്നും വലുപ്പം ഉണ്ടാവില്ല, ചെറിയ സാധനം. ഓക്കെ, അതാണ് മീറ്ററോയിഡ്സ്. ഓക്കെ, സംശയം ഉണ്ടോ എന്തെങ്കിലും? ഉണ്ടോ? ഓക്കെ അല്ലേ? ഇതെല്ലാം ചുറ്റുന്നത് ഒരു വലിയ സ്റ്റാർ ഉണ്ടാവും അല്ലെ, സൺ. അതിനെയാണ് ഇതൊക്കെ റിവോൾവ് ചെയ്യുന്നത്. സണ്ണിനെയാണ് എർത്ത് റിവോൾവ് ചെയ്യുന്നത്, എർത്തിനെ മൂൺ റിവോൾവ് ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ ചുറ്റും ഇതിന്റെ ഓർബിറ്റ് ഇങ്ങനെ. ഈ സാധനം എർത്തിനെ ഓർബിറ്റ് ചെയ്യും, ആസ്ട്രോയിഡ്സ് ഇതിനെ തന്നെ ഓർബിറ്റ് ചെയ്യും. മൂണും അല്ല മിട്രോയിഡ്സും എന്നെ തന്നെ ഓർബിറ്റ് ചെയ്യും. അത് ചില മിട്രോയിഡ്സ് ഓർബിറ്റ് ചെയ്യണമെന്നില്ല, ചിലപ്പോൾ ആലിയതിരി നടക്കും. ഓക്കെ, ചെറിയ കല്ലായതുകൊണ്ട് ഓർബിറ്റ് ഒന്നും ചെയ്യില്ല, ചിലപ്പോൾ അതിന്റെ അടുത്തുള്ള ഏതെങ്കിലും വലിയ ബോഡീന്റെ അടുത്തേക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാണ് ഉണ്ടാവുക സോളാർ സിസ്റ്റം കിടക്കുന്നത്. ഇത്രയും ആണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്താണ് മെറ്റീരിയൽസ് കാണപ്പെടുന്നത്. മിട്രോയിഡ്സും ആസ്ട്രോയിഡ്സും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കണം. പിന്നെ പ്ലാനറ്റ്സ് ഓൾറെഡി ഉണ്ട്, സാറ്റലൈറ്റ്സും ഉണ്ട്. ഓക്കെ, സംശയം എന്തെങ്കിലും ആർക്കെങ്കിലും? ഈ ആസ്ട്രോയിഡ്സ് മെയിൻലി നമ്മൾ കാണുന്നത് മാർസും ജൂപ്പിറ്ററും. ഓക്കെ, മാർസും ജൂപ്പിറ്ററും ഉണ്ട് അല്ലെ. ഇതാണ് ചൊവ്വയും വ്യാഴം അല്ലെ, ചൊവ്വയും വ്യാഴം. ഇതിന്റെ ഇടയിൽ ഒരു ബെൽറ്റ് ആയിട്ടാണ് ഇവര് എന്ത് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആസ്ട്രോയിഡ്സ് ഇതിന്റെ ഇടയിൽ കുറെ ആസ്ട്രോയിഡ്സ് കാണപ്പെടുന്നുണ്ട്. ഇവിടെ മാത്രമല്ല കാണുന്നത്, അല്ലാത്ത സ്ഥലത്തും കാണും. പക്ഷെ ഇവിടെ വളരെ കൂടുതൽ എണ്ണം ഉണ്ട് ഈ രണ്ടിന്റെ ഇടയിൽ, മാർസിന്റെയും ജൂപ്പിറ്ററിന്റെ ഇടയിൽ വളരെ കൂടുതൽ എണ്ണം ആസ്ട്രോയിഡ്സ് ഉണ്ട്. അതിനെ നമ്മൾ ആസ്ട്രോയിഡ് ബെൽറ്റ് എന്ന് പറയും. ആസ്ട്രോയിഡ് ബെൽറ്റ്. ഓക്കെ, ആസ്ട്രോയിഡ് ബെൽറ്റ്. ഓക്കെ ആണല്ലോ. ആസ്ട്രോയിഡ്സ് മേജർലി കാണപ്പെടുന്നത് ജൂപ്പിറ്ററിന്റെയും മാർസിന്റെ ഇടയിൽ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ആയിട്ട് അവർ ഫോം ചെയ്തിട്ടുണ്ട്. അവിടെയാണ് മേജോറിറ്റി ഓഫ് ആസ്ട്രോയിഡ്സ് ഉള്ളത്. ഓക്കെ, ഇനി ഏതൊക്കെ പ്ലാനറ്റ്സ് ഏതൊക്കെയാ? 8 ആർക്കെങ്കിലും അറിയാത്തതുണ്ടോ 8 പേര്? 8 പേരും പഠിച്ചു വെക്കണം. ഓക്കെ, സംശയം ഉണ്ടാക്കിയെങ്കിലും അറിയാത്ത? എല്ലാവർക്കും അറിയാലോ അല്ലെ?
ഇതൊക്കെയാണ് മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ അല്ലെ. Soul in Roman mythology is sun god. Solar means related to sun. Therefore, solar system. അങ്ങനെ ജസ്റ്റ് വായിക്കാം. നിങ്ങളൊന്ന് UPSC വേണോ വേണ്ടേ എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിക്കണം. ഓക്കെ, നേരത്തെ സാധനം ആവശ്യമുണ്ടായിരുന്നു, പക്ഷെ ഇത് അത്ര ആവശ്യമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് അറിഞ്ഞു വെക്കാം. സോൾ എന്ന് പറഞ്ഞാല് റോമൻ ഭാഷയിൽ എന്തായിരുന്നു? സൺ ഗോഡ്, സൂര്യദേവനെ അവർ വിളിച്ചിരുന്നത് സോൾ എന്നായിരുന്നു. ആ ടേം നിന്നാണ് സോളാർ സിസ്റ്റം എന്നുള്ള ആ ഒരു വേർഡ് വന്നത്. ഓക്കെ, റിലേറ്റഡ് ടു സൺ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത്. ഓക്കെ, സണ്ണിന്റെ സിസ്റ്റത്തിനാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. സണ്ണാണ് അതിലെ ഹെഡ്, ബാക്കി എല്ലാവർക്കും സണ്ണാണ് എനർജി കൊടുക്കുന്നത്. ചാപ്റ്റർ വായിച്ചിട്ട് അതിൽ ബോൾഡ് ആയിട്ടുള്ള സാധനങ്ങൾ എന്ന് എഴുതിയെടുക്കണം എന്ന് പറഞ്ഞിരുന്നോ? ഒന്നും കൂടെ ഒന്ന് ഇതിനൊക്കെ ഡിഫറൻസ് മനസ്സിലാക്കിയിട്ട് എഴുതാം. അപ്പൊ ഡിഫറൻസ് ഒന്ന് എഴുതി വെച്ചു. ആസ്ട്രോയിഡ് മിട്രോയിഡ് നമ്മളുടെ ഡിഫറൻസ്, അങ്ങനത്തെ സാധനങ്ങളോട് നോക്കാം. ഓക്കെ, സൺ എന്താണ്? സൺ എന്തുകൊണ്ടാണ് മേഡപ്പ് ഓഫ് വാട്ട്? എന്തൊക്കെയാണ് അതിനകത്തുള്ള കണ്ടന്റ്? ഇതിൽ പറയുന്നത് എന്താണ്? ഹോട്ട് ഗ്യാസസ് എന്നാ പറയുന്നത്. ഹോട്ട് ഗ്യാസസ് ഏതൊക്കെയായിരിക്കും ഗ്യാസസ്? അത് നിങ്ങൾ ഇതാണ് NCERT ഒരു കുഴപ്പം എന്താ വെച്ചാൽ 6ാം ക്ലാസ്സിൽ ഹോട്ട് ഗ്യാസസ് എന്നേ പറയുള്ളൂ. അത് 8 എത്തുമ്പോൾ പറയും അതിനകത്ത് ഹോട്ട് ഗ്യാസസ് ഹൈഡ്രജനും ഹീലിയം ആണെന്ന് പറയും. അതാണ് അതിന്റെ ഒരു കുഴപ്പം. ഈ NCERT വായിക്കുന്നതിന്റെ ഒരു കുഴപ്പം. ജസ്റ്റ് മനസ്സിലാക്കുക, നമ്മൾ വായിച്ചൊന്ന് പോകുന്നേ ഉള്ളൂ. ഈ ഹോട്ട് ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഏത് ഗ്യാസസ് ആണ്? ഹൈഡ്രജനും ഹീലിയമാണ്. ഹീലിയം. ഓക്കെ, ഇതാണ് അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഫോർ ദ സോളാർ സിസ്റ്റം. സോളാർ സിസ്റ്റത്തിലേക്ക് ചൂടും വെളിച്ചവും നൽകുന്നത് നമ്മളുടെ സണ്ണാണ്. ദെൻ എർത്തും സണ്ണും നമ്മളെ ഡിസ്റ്റൻസ് ഇവർ കൊടുത്തിട്ടുണ്ട്. എത്രയാണ്? 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. 150 മില്യൺ കിലോമീറ്റേഴ്സ്. അപ്പൊ അതും നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, 150 മില്യൺ കിലോമീറ്റേഴ്സ്. Sun is made up of extremely hot gases like helium and hydrogen, and it is the source of heat and light for the whole solar system. അല്ലെ, സോളാർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ കുറെ സാധനങ്ങൾ ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഏതൊക്കെയാണ്? സോളാർ സിസ്റ്റം സൺ ഉണ്ട്, പിന്നെ പ്ലാനറ്റ്സ് ഉണ്ട്, 8 പ്ലാനറ്റ്സ് ഉണ്ട്, അതിനൊക്കെ ചെറിയ ചെറിയ ഉപഗ്രഹങ്ങളുണ്ട്, സാറ്റലൈറ്റ്സ് ഉണ്ട്, അതുണ്ട്. പിന്നെ ഇതല്ലാതെ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്, വേറെ കുറെ ആസ്ട്രോയിഡ്സ് ഉണ്ട്, കുറെ ചെറിയ ചെറിയ കല്ലുകൾ, മീറ്ററൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ചെറിയ ചെറിയ പാറകഷ്ണങ്ങളും നമ്മളെ സൂര്യനെ ചുറ്റുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം കൂടെ ഇതെല്ലാം കൂടെയാണ് നമ്മൾ സോളാർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടേക്കുള്ള ലൈറ്റും എനർജി സോഴ്സും അല്ലെങ്കിൽ ഹീറ്റും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആരാണ്? സൂര്യനാണ്. വേറെ ആരും സ്വന്തമായിട്ട് ലൈറ്റും ഹീറ്റും ഫോം ചെയ്യുന്നില്ല. ഓക്കെ ആണല്ലോ. പിന്നെ എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ പറയുന്നത്. 150 മില്യൺ കിലോമീറ്റേഴ്സ്. 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ് എർത്തും സണ്ണും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഇവിടെ നമ്മൾ കണ്ടെന്ന സോൾ എന്ന് പറഞ്ഞാല് സൺ എന്നല്ലേ വേർഡിന്റെ അർത്ഥം അല്ലെ. സോൾ മീൻസ് സൺ അല്ലെ, സോറി സൺ ആണ് അല്ലെ. അതേപോലെ എന്താണ് ജിയോ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്ത് അല്ലെ. ജിയോ എന്ന് പറഞ്ഞാൽ എർത്ത് ആയിട്ട് റിലേറ്റഡ്. നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ എന്താണ്? ജിയോഗ്രഫി ആണ് അല്ലെ. എർത്തിനെയാണ് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത്. എർത്തിന്റെ ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ കണ്ടോ ജിയോ വെച്ചിട്ടുള്ളതാണ് ദ ജിയോളജി, സ്റ്റഡി ഓഫ് എർത്ത്, ജിയോളജി. ഓക്കെ, ജിയോമെട്രി അല്ലെ. ജിയോമെട്രി നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് മെഷർമെന്റ് ഓഫ് എർത്ത്. പണ്ട് കാലത്ത് ജിയോമെട്രി പറഞ്ഞാൽ എന്തായിരുന്നു? എന്തെങ്കിലും മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച ഒരു മെത്തേഡ്സ് ആയിരുന്നു. ലേറ്റർ ഓൺ നമ്മൾ വേറൊരു ഫീൽഡ് ഓഫ് സ്റ്റഡി ആക്കി മാറ്റി. അപ്പൊ അത് ജിയോ എന്നുള്ള വേർഡിന് ഉണ്ടാവുന്നതാണ് ഇതൊക്കെ. ജിയോയിഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ എന്താണ്? ഷേപ്പ് റിലേറ്റഡ് ടു എർത്ത്. എർത്തിന്റെ ഷേപ്പ് ആണെങ്കിൽ അല്ലെ ഒരു കറക്റ്റ് റൗണ്ട് അല്ല, ചെറിയൊരു എലോങ്ങേഷൻ ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു എഗിന്റെ ഷേപ്പിലേക്ക് ചെറുതായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ജിയോയിഡ് എന്ന് പറയും. എർത്തിലേക്ക് ഷേപ്പ്. അപ്പൊ ജിയോ എന്നുള്ള വേർഡിനാണ് ഇതൊക്കെ ഉണ്ടാവുന്നത്. ഓക്കെ, എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടേംസ് ആണ്. ജസ്റ്റ് ഒന്ന് വായിക്കുക അതൊക്കെ. ഓക്കെ,
പ്ലാനറ്റ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞല്ലോ, 8 പ്ലാനറ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താ, these planets move around sun in a fixed path and these paths are elongated. ഇങ്ങനത്തെ പാത്ത് എലോങ്ങേറ്റഡ് ആണെന്നാ പറയുന്നത്. സണ്ണ് ഇവിടെ ഉണ്ടാവും, എലോങ്ങേറ്റഡ് ആണോ റൗണ്ട് ആണോ? എർത്ത് ഇങ്ങനെയാണോ ചുറ്റുക അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലാണോ ചുറ്റുന്നത്? ഇത് കറക്റ്റ് ആണോ വരച്ചത്? എർത്ത് റൗണ്ട് ഷേപ്പിലാണോ ഇതിനെ ചുറ്റുന്നത്? ആണോ അല്ലേ? യെസ് ഓർ നോ? സണ്ണ് എർത്ത് ഇങ്ങനെയാണോ ചുറ്റുന്നത്? ഇത് എർത്ത്, ഇവിടെ ഇത് എർത്ത്. ഇതിലേതാ കറക്റ്റ്? രണ്ടാമത്തെ കറക്റ്റ് റൗണ്ട് ഷേപ്പിലല്ല ചുറ്റുന്നത്, എലിപ്റ്റിക്കൽ ഷേപ്പ്. എലിപ്സ് ഇല്ലേ? എലിപ്സ് അറിയോ? പഠിച്ചില്ലേ സ്കൂളിൽ? എലിപ്സ് ഉണ്ട്, 10ാം ക്ലാസ് നമ്മൾ എലിപ്സ് ഒക്കെ പഠിക്കും. ഇങ്ങനത്തെ ഒരു ഷേപ്പിലാ ചുറ്റുക, ഇങ്ങനത്തെ കറക്റ്റ് റൗണ്ടിലല്ല ചുറ്റുന്നത്. ഓക്കെ, എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് അത് എർത്ത് സൂര്യനെ ചുറ്റുന്നത്. എല്ലാ പ്ലാനറ്റ്സും എലിപ്റ്റിക്കൽ ഷേപ്പിലാണ് സണ്ണിനെ ചുറ്റുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ അവർ പറയുന്നത്. എന്താണ്? ദീസ് പാത്ത്സ് ആർ എലോങ്ങേറ്റഡ്. ഒരു ഫിക്സഡ് പാത്ത് ആണ്, പക്ഷെ അതെന്താണ്? ഒരു എലോങ്ങേറ്റഡ് ആണ്, റൗണ്ട്, കറക്റ്റ് റൗണ്ട് അല്ല എന്ന് പറയുന്നത്. എലോങ്ങേറ്റഡ് പാത്ത്, കുറച്ച് ഇങ്ങനത്തെ ഒരു ഭാഗത്ത് കൂടുതലും ഒരു ഭാഗത്ത് കുറവുമാണ്, എലോങ്ങേഷൻ ഉണ്ട് ഈ ഒരു ഷേപ്പ്, കറക്റ്റ് റൗണ്ട് അല്ല. ഓക്കെ, ആൻഡ് ദീസ് ആർ കോൾഡ് ഓർബിറ്റ്സ്. ഇപ്പൊ ഓർബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പാത്ത് അറൌണ്ട് വിച്ച് പ്ലാനറ്റ്സ് റിവോൾവ് അറൌണ്ട് ദ സൺ അല്ലെങ്കിൽ മൂവ് അറൌണ്ട് ദ സൺ. ഓക്കെ, പാത്ത് അറൌണ്ട് വിച്ച് പ്ലാനറ്റ്സ് മൂവ് അറൌണ്ട് ദ സൺ, അതിനാണ് ഓർബിറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? ഓക്കെ, അപ്പം ഇതാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ ആണോ? These orbits are not in round shape, these are in elliptical shape തന്നെ പറയാം നമുക്ക്. എലോങ്ങേറ്റഡ് ആണ്. എലോങ്ങേറ്റഡ് എന്നുള്ള വേർഡ് നമ്മൾ ഉപയോഗിക്കേണ്ട, എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ 8ാം ക്ലാസ് എടുക്കുമ്പോൾ ഇതേ ചാപ്റ്ററിന്റെ കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് വരിക. അതാണ് NCERT ഒരു പ്രോബ്ലം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. നമുക്ക് എല്ലാം ഒരു സ്ഥലത്ത് കിട്ടില്ല, അടുത്ത ക്ലാസ്സിലാണ് ഒരു, കാരണം കുട്ടികളെ ലെവലിനനുസരിച്ചാണ് ഈ ബുക്ക് ഉണ്ടാക്കിയത്. 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ഇത്രേ മനസ്സിലാവുള്ളൂ, എലിപ്സ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. 8ലെത്തുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പൊ അതുകൊണ്ടാണ് അവിടെ എലിപ്റ്റിക്കൽ എന്ന് പറയാൻ കാരണം. അതേപോലെ നേരത്തെ ഹൈഡ്രജൻ ആൻഡ് ഹീലിയം ഇതിനകത്ത് എഴുതിയിട്ടില്ല. എന്തുകൊണ്ടാ? 6ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഹൈഡ്രജൻ ഹീലിയം ഒന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലെ? കെമിസ്ട്രിയിൽ ആദ്യം എലിമെന്റ്സ് പഠിക്കണം അല്ലെ, എന്നാലേ ഹൈഡ്രജൻ ഹീലിയം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ഇവിടെ കറക്റ്റ് ആയിട്ട് ഡീറ്റെയിൽസ് കൊടുക്കാത്തത്. ഗ്യാസസ് ആണെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ അല്ലേ? സോ ഓർബിറ്റ്സ് എന്താണെന്ന് അറിയാലോ? സംശയം ഒന്നുമില്ല എല്ലാവർക്കും. ഓർബിറ്റ്സ് ഏത് ഷേപ്പ് ആയിരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അറിയാലോ, എലിപ്റ്റിക്കൽ ഷേപ്പ് ആയിരിക്കും അല്ലെ? ഓക്കെ, പിന്നെ വേറെ നമുക്ക് ഓരോ പ്ലാനറ്റ്സ്, മെർക്കുറി ഈസ് ദ നിയറസ്റ്റ് ടു ദ സൺ അല്ലെ? ഏറ്റവും അരികിലുള്ളത് ഏതാണ്? സണ്ണിന്റെ ഏറ്റവും നിയറസ്റ്റ് ഉള്ളത് മെർക്കുറി ആണ് അല്ലെ? ഈച്ച് ടേക്സ് അറൌണ്ട് 88 days ടു കംപ്ലീറ്റ് 1 റൗണ്ട് അലോങ് ദ ഓർബിറ്റ്. ഇപ്പം മെർക്കുറിയിൽ ഒരു വർഷം എന്ന് പറഞ്ഞാൽ 88 days ആയിരിക്കും. 88 days കൊണ്ട് അതൊരു സൂര്യനെ ഒരു പ്രാവശ്യം ചുറ്റി കഴിയും. ഭൂമിയിൽ അത് ഒരു വർഷം എടുക്കും, 365 ദിവസം എടുക്കും. പക്ഷെ മെർക്കുറിക്ക് അത് 88 days കൊണ്ട് കഴിയും. ഓക്കെ, പിന്നെ വീനസ്, അടുത്തത് വീനസ്. വീനസിന്റെ ഷേപ്പും സൈസും ഒക്കെ എർത്തിനായിട്ട് സിമിലർ ആണ്, അതുകൊണ്ട് എർത്തിന്റെ ട്വിൻ എന്ന് പറയുന്നു. രണ്ടിന്റെയും സൈസ് ഓൾമോസ്റ്റ് സെയിം ആണ്. എർത്തിന്റെയും വീനസിന്റെയും സൈസ് ഏകദേശം സെയിം ആണ്. ചെറുതായിട്ട് എർത്താണ് വലുത്, പക്ഷെ ഓൾമോസ്റ്റ് കാണുമ്പോൾ സിമിലർ സൈസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എർത്തിന്റെ ട്വിൻ എന്ന് പറയും വീനസിന്. ഓക്കെ, എർത്തിന്റെ ട്വിൻ. പിന്നെ വേറെന്താ പറയുന്നത്? അൺടിൽ 2006 എന്താണ്? പ്ലൂട്ടോ. നമുക്ക് 9 ഗ്രഹങ്ങളുടെ നമ്മൾ പറഞ്ഞത് അല്ലെ? അൺടിൽ 2006 പ്ലൂട്ടോ എന്ന് പറഞ്ഞൊരു ഗ്രഹം കൂടെ ഉണ്ടായിരുന്നതാണ് നമ്മൾ പറയുന്നത്. പക്ഷെ 2006 ശേഷം ഈ പ്ലാനറ്റിനെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്താതെ, പ്ലാനറ്റ്സിലേക്ക് പ്ലൂട്ടോനെ നമ്മൾ പ്ലാനറ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതിനെ വേറെ ഒരു കാറ്റഗറിയിലേക്ക് മാറ്റി അതിനാണ് വിളിക്കുന്നത് ഡ്വാർഫ് പ്ലാനറ്റ്. ഡ്വാർഫ് പ്ലാനറ്റ് എന്താണ്? ഡ്വാർഫ് എന്ന് പറഞ്ഞാൽ കുള്ളൻ ഗ്രഹങ്ങൾ എന്ന് പറയും, അല്ലെങ്കിൽ
ചിഹ്നഗ്രഹങ്ങൾ എന്ന് ചിലപ്പോൾ പറയും. ഓക്കെ, ഡ്വാർഫ് പ്ലാനറ്റ്. ഇപ്പൊ പുതിയൊരു കാറ്റഗറികൾ കിട്ടി അല്ലെ, പ്ലാനറ്റ്സ്, സാറ്റലൈറ്റ്സ്, ആസ്ട്രോയിഡ്, മീറ്ററോയിഡ്സ്, പിന്നെ ഡ്വാർഫ് പ്ലാനറ്റ്സ്. ഇങ്ങനെ വായിക്കുമ്പോൾ ഓരോന്നോരോന്നും വരും. ഓക്കെ, എക്സ്ട്രാ ഒരു കാറ്റഗറി ഓഫ് സെലക്ഷൻ ഒബ്ജക്ട്സ് കിട്ടി അല്ലെ, ഏതാണ് ഡ്വാർഫ് പ്ലാനറ്റ്സ്. പ്ലൂട്ടോ 2006 വരെ നമ്മൾ അതിനെ പ്ലാനറ്റ് ആയി കണക്കാക്കിയിരുന്നു. അതിനുശേഷം പ്ലാനറ്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതിന്റെ റീസൺസ് നമുക്ക് പഠിക്കാനുണ്ട്, പക്ഷെ അപ്പൊ നമ്മൾ ആവശ്യമില്ല. ഇപ്പൊ നമ്മൾ NCERT വായിക്കുന്നതുകൊണ്ട് അതിൽ പറയും. മറ്റേ നമ്മൾ ശരിക്കും ക്ലാസ് എടുക്കുമ്പോൾ അവിടെ പറയും എന്താണ് അതിന്റെ റീസൺസ്, എന്തുകൊണ്ടാണ് പ്ലൂട്ടോനെ ഒഴിവാക്കിയെന്നുള്ളതിന്റെ കാരണമുണ്ട്. നമ്മൾ ക്ലാസ്സിൽ പറയും, റിയൽ ജോഗ്രഫി എടുക്കുമ്പോൾ പറയും. ഓക്കെ, ഓക്കെ അല്ലേ, സംശയം ഉണ്ടോ? പിന്നെ എർത്ത്, അടുത്തത് എർത്ത്. എർത്ത് ഇസ് ദ തേർഡ് നിയറസ്റ്റ് പ്ലാനറ്റ്. ഇറ്റ്സ് സൈസ്, ഇറ്റ് ഇസ് ദ ഫിഫ്ത്ത് ലാർജസ്റ്റ് പ്ലാനറ്റ്. സൈസ് വെച്ച് നോക്കുമ്പോൾ എർത്ത് ഫിഫ്ത്ത് ലാർജസ്റ്റ് ആണ്. 8 5ാമത്തെ ഏറ്റവും വലുതാണ്. ഫിഫ്ത്ത് ലാർജസ്റ്റ് ആണ്. ഫിഫ്ത്ത് ലാർജസ്റ്റ് ആണ്. And it is slightly flattened on the poles. നമ്മൾ നേരത്തെ പറഞ്ഞു സൈസ് കറക്റ്റ് റൗണ്ട് അല്ല, എന്താണ് ചെറുതായിട്ടൊരു ഇങ്ങനത്തെ ഷേപ്പാണ്. ഞാൻ വരച്ചത് നോക്കടാ, അത്ര വലുതല്ല, അത്ര എലങ്ങേഷനും ഇല്ല, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഓക്കെ, അപ്പം അതുകൊണ്ട് നമ്മൾ ആ ഷേപ്പിനെ വിളിക്കുന്ന പേരാണെന്ത്, ജിയോയിഡ്. ജിയോയിഡ് എന്താണ് ജിയോയിഡിന്റെ അർത്ഥം? എർത്ത് ലൈക്ക് ഷേപ്പ് അല്ലെ, റിസംബ്ലിംഗ് ദ ഷേപ്പ് ഓർ ഫോം ഓഫ് എർത്ത്, ജിയോയിഡിന്റെ അർത്ഥം. ഓക്കെ, അതിന് മുന്നേ ഇവിടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എന്താണ്, അപ്പം ഇങ്ങനെ ഡ്വാർഫ് പ്ലാനറ്റ്സിന്റെ ഒരു എക്സാമ്പിൾ എന്താണ്, പ്ലൂട്ടോ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആണ് അല്ലെ. എക്സാമ്പിൾ പ്ലൂട്ടോ അല്ലെ. വേറെ ഉണ്ട്, എന്താണ് സീരീസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്. സീരീസ് പിന്നെ 2003 UB313 എന്ന് പറഞ്ഞിട്ട് അതിന് കോഡ് നെയിം ആണ്. അങ്ങനത്തെ കുറച്ച് ഒബ്ജക്ട്സുകൾ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചിലപ്പോൾ തരാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് കാറ്റഗറി ഡസ് പ്ലൂട്ടോ, then series, then UB 2003 UB313 പെടുക, ഏതിലാണ് പെടുക എന്നുള്ളത്. അതിന്റെ അവർ തരും പ്ലാനറ്റ്, ഡ്വാർഫ് പ്ലാനറ്റ് അല്ലെ, ഓപ്ഷനിൽ അങ്ങനെയൊക്കെ തരാൻ പറ്റും. ഏതിലാണ് പെടുക? ഡ്വാർഫ് പ്ലാനറ്റിന്റെ കാറ്റഗറിയിലാണ് പെടുക. ഓക്കെ, അപ്പൊ ഡ്വാർഫ് പ്ലാനറ്റിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? പ്ലൂട്ടോ, 2003 UB313. ഓക്കെ, ഇതൊക്കെയാണ് ഡ്വാർഫ് പ്ലാനറ്റ്സിന്റെ എക്സാമ്പിൾസ്. ഇത്രയൊക്കെയാണോ? പിന്നെ എർത്തിന്റെ വേറെ എന്താണ്? കണ്ടീഷൻസ് ഫേവറബിൾ ടു സപ്പോർട്ട് ലൈഫ് ആർ ഫൗണ്ട് ഓൺലി ഓൺ എർത്ത്. എർത്ത് ഇസ് നൈദർ ടു ഹോട്ട് നോർ കോൾഡ്. ഓക്കെ, നമുക്ക് അറിയുന്നതല്ലേ, ജീവൻ ഉള്ള ഏക ഗ്രഹമാണ്. ഇതുവരെ നമുക്ക് അറിയുന്ന ഏക ഗ്രഹമാണ് എന്ത്, എർത്ത് അല്ലെ, ജീവനുള്ള. സോ എർത്ത് ഇസ് നൈദർ ഹോട്ട് നോർ ടു കോൾഡ്. ഇവിടുത്തെ ഒരു ടെമ്പറേച്ചർ എന്താണ്, വളരെ തണുത്തിട്ടും അല്ല വളരെ ചൂടുള്ളതും അല്ല, സൂര്യന്റെ ഏറ്റവും നിയറും അല്ല, അല്ല ഏറ്റവും ബാക്കോട്ടും അല്ല, മീഡിയം റേഞ്ചിൽ കിടക്കുന്ന ഒരു പ്ലാനറ്റ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ നൈദർ ടു ഹോട്ട് നോർ ടു കോൾഡ്, അധികം ചൂടില്ല അധികം തണുപ്പില്ല. അതുകൊണ്ടാണ് ലൈഫ് ഇവിടെ സസ്റ്റെയിൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ ഇറ്റ് ഹാസ് വാട്ടർ, എയർ വിച്ച് ആർ എസെൻഷ്യൽ ഫോർ സർവൈവൽ. വാട്ടർ ഉണ്ട്, ദെൻ ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇതുകൊണ്ടാണ് എന്താ എർത്തില് ലൈഫ് സസ്റ്റെയിൻ ചെയ്യുന്നത് അല്ലെ. ബിക്കോസ് ഓഫ് ദീസ് റീസൺ എർത്ത് ഇസ് യുണീക് പ്ലാനറ്റ് ഇൻ അവർ സോളർ സിസ്റ്റം. അപ്പൊ ലൈഫ് ഉള്ള ഏക സോളർ സിസ്റ്റത്തിലെ പ്ലാനറ്റ് ആണ് എർത്ത്. നിങ്ങൾക്ക് അറിയുന്നല്ലേ, ഇതൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലെ. പിന്നെ ഫ്രം ഔട്ടർ സ്പേസ് എർത്ത് അപ്പിയേഴ്സ് ആസ് ബ്ലൂ കളർ. ഓക്കെ, ബ്ലൂ കളർ ആയിട്ട് അപ്പിയർ ചെയ്യും. സ്പേസിൽ നിന്ന് എർത്തിന്റെ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ എർത്തിന്റെ കളർ എന്തായിരിക്കും? ബ്ലൂ ആയിരിക്കും അല്ലെ. കാരണം എന്താ, വാട്ടർ ആണ് കൂടുതൽ, കടലുകളാണ് കൂടുതലുള്ളത്. അപ്പം ബ്ലൂ കളറാണ് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വിളിക്കും, എർത്തിനെ വേറെ വിളിക്കുന്ന പേരാണ് എന്ത്, ബ്ലൂ പ്ലാനറ്റ്. ബ്ലൂ പ്ലാനറ്റ്. ഓക്കെ, ഞാൻ ബോൾഡ് പറഞ്ഞത് ആദ്യം ബോൾഡ് മാത്രമേ വായിച്ചിട്ടുള്ളൂ അല്ലേ എല്ലാവരും? വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വായിച്ചിരുന്നോ രണ്ടാള്? എനിക്ക് വായിച്ച് ചെറുതായിട്ട് നോട്ട് എഴുതാൻ പറഞ്ഞിരുന്നു. ഓക്കെ അല്ലേ?
പിന്നെ മൂണിനെ പറ്റി എന്താണ് നമുക്കറിയാം? എർത്തിന്റെ ഓൺലി സാറ്റലൈറ്റ് ആണ്. എർത്തിനെ ചുറ്റുന്ന ഏക ഉപഗ്രഹമാണ് ഇത് മൂൺ അല്ലെ. അതിന്റെ സൈസ് ഏകദേശം 1/4 1/4 എന്ന എർത്തിന്റെ സൈസിന്റെ 1/4 ഉള്ളൂ. ഇതിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എർത്തിന്റെ റേഡിയസിന്റെ 1/4 റേഡിയസ് മൂണിന്റെ റേഡിയസ് ഉള്ളൂ. ആൻഡ് ഇറ്റ് അപ്പിയേഴ്സ് ബിഗ് ബിക്കോസ് ഇറ്റ് ഈസ് നിയർ ടു എർത്തിന്റെ ഏറ്റവും നിയറസ്റ്റ് ഉള്ള വേറെ ബോഡിയാണ് ഇത് മൂൺ അല്ലെ, അറിയാലോ. ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 3 കിലോമീറ്റേഴ്സ് അവേ ഫ്രം us. 3,84,000 കിലോമീറ്റർ ദൂരത്തിലാണ് ഇതുള്ള മൂണുള്ളത്. എർത്തുനിന്ന് 3 lakh കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 4 lakh കിലോമീറ്റേഴ്സിന്റെ അടുത്ത് മാത്രമേ മൂണിലേക്കുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ. സണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് എത്രയാ? എർത്തുനിന്ന് ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു സൺ 150 മില്യൺ കിലോമീറ്റേഴ്സ് ആണ്. ഇത് പറഞ്ഞാല് ലക്ഷം കിലോമീറ്റേഴ്സ്. പിന്നെ മൂൺ മൂവ്സ് അറൌണ്ട് എർത്ത് ഇൻ അബൌട്ട് 27 days. മൂണ് എർത്തിനെ ചുറ്റാൻ എടുക്കുന്ന ടൈം എത്രയാണ്? 27 days. ഓക്കെ, എത്രയാണ്? മൂൺ എർത്തിനെ ചുറ്റാൻ എടുക്കുന്ന ടൈം 27 days ആണ്. ഇതൊക്കെ അറിയാലോ അല്ലെ നിങ്ങൾക്ക്? നീൽ ആംസ്ട്രോങ് ആണ് ഫസ്റ്റ് മൂണില് അറിയുന്നല്ലേ. ഫസ്റ്റ് മൂണിൽ ഇറങ്ങിയ ആളാരാണ്? നീൽ ആംസ്ട്രോങ് ആണ്. പിന്നെ ഇവിടെ വേറൊരു ഫാക്ട് കൂടെ ഉണ്ട്. എന്താണ്? ലൈറ്റിന് സ്പീഡ് അല്ലെ, നിങ്ങൾ സയൻസിൽ പഠിച്ചിട്ടുണ്ടല്ലോ ലൈറ്റിന് സ്പീഡ് ഒക്കെ. 10ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടോ ലൈറ്റിന് സ്പീഡ്? എത്രയാണ് ലൈറ്റിന് സ്പീഡ്? 3 ലക്ഷം കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിൽ ലൈറ്റ് നമ്മൾ ഇവിടുന്ന് ടോർച്ച് അടിച്ച് അത് 3 ലക്ഷം കിലോമീറ്റർ വരെ ട്രാവൽ ചെയ്യും ഒരു സെക്കൻഡിൽ. അപ്പൊ അതാണ് അതിന്റെ സ്പീഡ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു? സൂര്യനാണ് ലൈറ്റിന്റെയും അല്ലെ, സണ്ണാണ് എന്ത്? ലൈറ്റിന്റെയും ഹീറ്റിന്റെയും സോഴ്സ്. അപ്പൊ എർത്ത് ഇതിനെ ചുറ്റുമാണ് അല്ലെ. അവിടെ ചെറുതായിട്ട് സൂര്യൻ ഇവിടെ എങ്ങനെ ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു പ്രകാശം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എർത്തിലെത്താൻ എത്ര ടൈം എടുക്കും? എടുക്കുന്ന ടൈമാണ് ഇവിടെ എഴുതി. എന്താണ്? 8 minutes ടു റീച്ച്. അറൌണ്ട് 8 minutes. 8 minutes 20 സെക്കൻഡ് എടുക്കും എന്നാ പറയാം. 8 minutes 20 സെക്കൻഡ് ആണ് ആവറേജ് ആയിട്ട് പറയാം. ഓക്കെ, അറൌണ്ട് 8 minutesലാണ് സൂര്യന് പ്രകാശം എർത്തിലെത്തുന്നത്. പിന്നെ എന്താണ് അതിലുള്ള? നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു മൂൺ ടേക്സ് 27 days ടു കംപ്ലീറ്റ് വൺ റൗണ്ട്. മൂൺ ഡസ് നോട്ട് ഹാവ് ഫേവറബിൾ കണ്ടീഷൻ ഫോർ ലൈഫിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻസ് ഒന്നും മൂണിലില്ല. പക്ഷെ മൂണിൽ എന്തുണ്ട്? എർത്തിൽ കാണപ്പെടുന്ന പോലെ തന്നെ എന്തുണ്ട്? മൗണ്ടെയിൻസ് ഉണ്ട്, പ്ലെയിൻസ് ഉണ്ട്, ഡിപ്രഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അല്ലെ, മൂണിന്റെ ചിത്രത്തില് കുഴിയൊക്കെ കാണാറില്ലേ? നോക്കുമ്പോൾ കാണാം. ഓക്കെ, അപ്പൊ അതൊക്കെ മൂണിലുണ്ട്. പിന്നെ സാറ്റലൈറ്റ്സ് നമ്മൾ ഒരു വേറെ രീതിയിൽ സാറ്റലൈറ്റ്സ് എന്നുള്ളതിന്റെ അർത്ഥം ഉപയോഗിക്കും. എന്താണ്? നമ്മൾ അയക്കുന്ന ഉപഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലെ. എർത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആവശ്യത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ആവശ്യത്തിനൊക്കെ നമ്മൾ അയക്കുന്ന ഗ്രഹങ്ങളുണ്ടാവും, ഉപഗ്രഹങ്ങളുണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് വിളിക്കും. ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു പേരാണ് ഉപയോഗിക്കുക. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ്സ് എന്ന് പറയും. ഈ സാറ്റലൈറ്റ്സ് എന്നുള്ള ടേം രണ്ടും ഉപയോഗിക്കും കേട്ടോ. മൂൺ, ചന്ദ്രനെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒബ്ജക്ട്സിനെ പ്രതിനിധീകരിക്കാനും ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് ആയിട്ടുള്ള എർത്തിനെ ചുറ്റുന്ന ഒബ്ജക്ട്സിനെ പരാമർശിക്കാനും ഉപയോഗിക്കും. ഓക്കെ, നമ്മൾ ആസ്ട്രോയിഡ്സ് നേരത്തെ തന്നെ പറഞ്ഞു. എന്താണ് ആസ്ട്രോയിഡ്സ്? There are numerous tiny bodies which move around this sun, and these are called asteroids. They are found between Mars and Jupiter. ഫസ്റ്റ് ചിത്രത്തിൽ കണ്ടില്ലല്ലോ, മാർസിന്റെ ജൂപ്പിറ്ററിന്റെ ഇടയിൽ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് ഉണ്ട്, കുറെ ആസ്ട്രോയിഡ്സ് ഉണ്ട് അവിടെ. ഓക്കെ, ഒരു പറയുന്നത് എന്താ വെച്ചാൽ സയന്റിസ്റ്റ് ആർ സേയിങ് ദാറ്റ് ഏതോ ഒരു പ്ലാനറ്റ് എക്സ്പ്ലോർ ചെയ്തിട്ട് അതിന്റെ ബാക്കിയാണ് ഈ ഒരു ആസ്ട്രോയിഡ് ബെൽറ്റ് എന്നാണ് പറയുന്നത്. പൊട്ടിത്തെറിച്ചിട്ട് പാറകഷ്ണങ്ങളായി മാറി ആ പാറകഷ്ണങ്ങളാണ് ഇപ്പോഴും ആ റീജിയനിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പറയുന്നത്. ആസ്ട്രോയിഡ് ബെൽറ്റ് ആയിട്ട് മാറിയത്. ഓക്കെ,
Then meteoroids. Then meteoroids, small pieces of rocks. Small piece of rocks which are moving around the sun are called meteoroids. Okay, അതാണ് meteoroids. Then sometimes these meteoroids come near Earth and tend to drop upon it. ഇങ്ങനത്തെ ചെറിയ കഷ്ണങ്ങൾ ചിലപ്പം എർത്തിന്റെ അടുത്തെത്തും, എന്നിട്ട് അത് എർത്തിലേക്ക് ചിലപ്പം വീഴും. എർത്തിന്റെ അട്രാക്ഷൻ പവർ, ഗുരുത്വാകർഷണം ഉണ്ടാവും, അല്ലെ, ഗ്രാവിറ്റേഷൻ പുൾ ഉണ്ടാവും. അതുവഴി എന്തായിരിക്കും ഈ റോക്സ് എർത്തിലെ സർഫസിലേക്ക് വീഴും. ആ വീഴുമ്പോ നമ്മൾ എന്ത് കാണും? Sometimes these meteoroids come and drop upon it. During this process, എന്തായിരിക്കും അറ്റ്മോസ്ഫിയറിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. അറ്റ്മോസ്ഫിയറിൽ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷൻ വഴി എന്താവും, ഇത് ഗെറ്റ് ഹീറ്റ് ആൻഡ് ഇറ്റ് ബേൺസ് അപ്പ്. ഓക്കെ, അറ്റ്മോസ്ഫിയറിൽ ഹീറ്റ് ആയിട്ട് ഫ്രിക്ഷൻ ഉണ്ടാകുമ്പോൾ അല്ലെ നമ്മൾ എവിടെയും കുറച്ച് ചൂടാവില്ലേ കൈ, അല്ലെ? ആ ഒരു ഫ്രിക്ഷൻ ഇതും അത് അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ ഉണ്ടാവും. കാരണം അത്രയും സ്പീഡിലാണ് ഇത് താഴ്ത്ത് വീഴുക. അപ്പൊ ആ ഒരു വീഴുന്ന സ്പീഡിൽ എർത്തിലെ അറ്റ്മോസ്ഫിയർ ആയിട്ട് ഗ്യാസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവും. ആ ഫ്രിക്ഷനിൽ ഇത് കത്താൻ തുടങ്ങും. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഉൽക്കമഴയായിട്ട് കാണുന്നത്. ഉൽക്കമഴ എന്ന് പറയും. മീറ്ററോയിഡ്സ് എർത്തിന്റെ അറ്റ്മോസ്ഫിയറിൽ വരുമ്പോൾ അത് ഫ്രിക്ഷൻ കൊണ്ട് കത്താൻ തുടങ്ങും. ആ ഒരു കത്തുന്നതിനാണ് നമ്മൾ ഉൽക്കമഴയായിട്ട് കാണുന്നത്. ഓക്കെ, സംശയം ഉണ്ടോ? These cause a flash of light. Sometimes meteor with this cause a flash of light. Sometimes a meteor without being completely burnt falls on the earth and creates a hollow. ഇത് ചിലപ്പോൾ എർത്തിൽ വീണ് കഴിഞ്ഞാൽ ചിലപ്പം എന്തായിരിക്കും, ഒരു ഡിപ്രഷൻ ഉണ്ടാക്കും, അല്ലെങ്കിൽ ഒരു വലിയ കുഴിയൊക്കെ ഉണ്ടാക്കും. വലുതാണ് വീഴുന്നെങ്കിൽ കേട്ടോ. ഓക്കെ ആണല്ലോ, മീറ്ററോയിഡ്സ് ഒക്കെ ആണല്ലോ. എന്താന്ന് ആസ്ട്രോയിഡിന്റെ ഷേപ്പ് കണ്ടോ? നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, കറക്റ്റ് ഷേപ്പ് അല്ല ഉണ്ടാവുകയെന്ന്. ഇങ്ങനെ ഉണ്ടാവുക, പക്ഷെ ഇത് വലിയതായിരിക്കും, അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ടാവും. 1000 കിലോമീറ്റർ വരെയുള്ള ആസ്ട്രോയിഡ്സ് ഉണ്ട്. 1000 കിലോമീറ്റർ വരെയുള്ള ആസ്ട്രോയിഡ്സ് ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ മീറ്ററോയിഡ്സ് പറഞ്ഞാൽ സ്മോൾ പീസ് ഓഫ് റോക്ക് അല്ലേ, ഇവിടെ തന്നെ എഴുതിണ്ട് സ്മോൾ പീസ് ഓഫ് റോക്സ്. അത് വലിയൊരു പാറക്കഷ്ണത്തിന് വലുപ്പൊക്കെ ഉണ്ടാവും. നമ്മളെ കൊറിയൊക്കെ കാണുന്ന പാറക്കഷ്ണല്ലേ, അത്രയ്ക്ക് വലുപ്പത്തിൽ ഉണ്ടാകുന്ന സാധനം. ഒരു 100 മീറ്റർ ഒക്കെ മാക്സിമം നമുക്ക് വിചാരിക്കും, അത്രേ ഉണ്ടാവുള്ളൂ മീറ്ററോയിഡ്സ്. ഓക്കെ, പിന്നെന്താണ് ഗാലക്സി? എന്താണ് ഗാലക്സി? എന്താണ് ഗാലക്സി? വേറെ ടേം ഗാലക്സി എന്താ? സ്റ്റാറിന് സ്റ്റാർ, കുറെ സ്റ്റാർസ് ഉള്ള ഒരു ഇതാണ് നമ്മൾ എന്താണ് ഓക്കെ. ഗാലക്സി പറഞ്ഞു കഴിഞ്ഞാൽ കുറെ സ്റ്റാർസ് ഒക്കെ ഉള്ള ഒരു ഏരിയനെയാണ് നമ്മൾ ഗാലക്സി എന്ന് പറയാം. കുറെ സ്റ്റാർസ് ഉള്ള, സ്റ്റാറിന്റെ ഉള്ളിൽ ഇങ്ങനെ സോളാർ സിസ്റ്റം പോലത്തെ വേറെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ കുറെ സ്റ്റാർസ് ഉള്ള ഒരു റീജിയനെ നമ്മൾ എന്ത് പറയും, സ്പേസിൽ ഏതെങ്കിലും റീജിയനിൽ കുറെ സ്റ്റാർസ് അടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗാലക്സി. ഓക്കെ, നമ്മളെ സണ്ണ് ഏത് ഗാലക്സിന്റെ ഭാഗമാണ്? മിൽക്കി വേ ഗാലക്സിന്റെ ഭാഗമാണ്. ഓക്കെ, മിൽക്കി വേ ഗാലക്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചെറിയൊരു രാത്രി നോക്കിയാൽ ഒരു വൈറ്റ് ബാൻഡ് കാണാം. നൈറ്റ്, ഇപ്പം മഴക്കാലത്തൊന്നും കാണില്ല, വേനൽക്കാലത്ത് ലൈറ്റ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയി നോക്കിയാൽ അത് കാണുള്ളൂ. നമ്മള് ലൈറ്റ് ഇട്ട് വെച്ചാൽ ഇതിന്റെ ലൈറ്റ് കാണില്ല. ഇരുട്ടായിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് നോക്കിയാൽ കാണാം, ഒരു ബാൻഡ് ഓഫ് വൈറ്റ് ലൈറ്റ് കാണും. ചെറിയ തോത് അങ്ങനെ വിസിബിൾ ആയിരിക്കില്ല. ഓക്കെ, ഇതെന്താണ്? ക്ലസ്റ്റർ ഓഫ് മില്യൺസ് ഓഫ് സ്റ്റാർ. കുറെ സ്റ്റാർസ് ഉണ്ടാവും ആ ഒരു ഏരിയയിൽ. അപ്പൊ നമ്മളെ സൺ ഉള്ളത് ഈ ഒരു മിൽക്കി വേ ഗാലക്സി എന്നുള്ള ഗാലക്സിയിലാണ്. നമ്മൾ കാണുന്ന ബാക്കി എല്ലാ സ്റ്റാർസും ഈ മിൽക്കി വേ ഗാലക്സിന്റെ ഭാഗമായിട്ടുള്ള സ്റ്റാർസിനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതാണ് ഗാലക്സി. ഓക്കെ, ഇന്ത്യയിൽ ഇതിനെ വിളിച്ചിരുന്ന പേര് ആകാശഗംഗ എന്നാണ്. ഓക്കെ, ഇന്ത്യക്കാര് പണ്ട് കാലത്ത് ഇതിനെ വിളിച്ചിരുന്ന പേരെന്നാണ് ആകാശഗംഗ എന്നുള്ള രീതിയിലാണ് വിളിച്ചിരുന്നത്. മിൽക്കി വേ ഗാലക്സിന്റെ ഹിന്ദി നെയിം, അല്ലെങ്കിൽ ഇന്ത്യയിൽ പണ്ട് ഉപയോഗിച്ചിരുന്ന നെയിം ആകാശഗംഗയാണ്. സോ എന്താണ് ഗാലക്സി? ഗാലക്സി ഇസ് എ ഹ്യൂജ് സിസ്റ്റം ഓഫ് ബില്യൺസ് ഓഫ് സ്റ്റാർസ് ആൻഡ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. എന്താണ്? മില്യൺസ് ഓഫ് സ്റ്റാർസും ഡസ്റ്റും ക്ലൗഡ്സും ഒക്കെ ഉള്ള ഒരു സംഭവമാണ് എന്ത്? ഗാലക്സി എന്ന് പറയുന്നത്. സ്റ്റാർ ഫോർമേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ്.
പുതിയ പുതിയ സ്റ്റാർസ് ഫോം ചെയ്യും ഈ ഒരു ഏരിയയിൽ നിന്ന്. ഓക്കെ, സ്റ്റാർ ഫോർമേഷൻ നടക്കുന്ന ഒരു ഏരിയ ആണ് ഗാലക്സി. യൂണിവേഴ്സിന്റെ ചില ഏരിയയിൽ മാത്രമേ സ്റ്റാർ ഫോർമേഷൻ ഉണ്ടാവുള്ളൂ, എല്ലാ ഏരിയയിലും ഉണ്ടാവില്ല. ആ ഏരിയനെ വിളിക്കുന്ന സ്റ്റാർ ഫോർമേഷൻ നടക്കുന്ന ഏരിയനെ വിളിക്കുന്ന പേരാണ് ഗാലക്സി. അപ്പൊ അവിടെ കുറെ സ്റ്റാർസ് ഓൾറെഡി ഉണ്ടാവും, ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ടാവും. അതേപോലെ തന്നെ പുതിയ സ്റ്റാർസ് ഫോം ചെയ്യാം. പുതിയ സ്റ്റാർസ് ഫോം ചെയ്യാനാണ് ഡസ്റ്റും ഗ്യാസസും ഒക്കെ ഉണ്ടാവുക. ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്തിട്ടാണ് പുതിയ സ്റ്റാർ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ് എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, ഇങ്ങനത്തെ കുറെ ഗാലക്സീസ് ആണ് ലാസ്റ്റ് എന്താകുന്നത് യൂണിവേഴ്സ് ആയിട്ട് മാറുന്നത്. കുറെ ഗാലക്സീസ്, ഇപ്പൊ മില്യൺസ് ഓഫ് ഗാലക്സീസ് തന്നെ ഉണ്ടാവും. അങ്ങനെയാണ് മൊത്തം യൂണിവേഴ്സ്. ഒരു ഗാലക്സിയിൽ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ടാവും. അതിലൊരു സ്റ്റാർ മാത്രമാണ് സണ്ണ്. ഇത് വലിയൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ. ഓക്കെ, ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഒരു ഗാലക്സിയിൽ ഉണ്ടാവും. അങ്ങനത്തെ മില്യൺസ് ഓഫ് ഗാലക്സീസ് ഉണ്ടാവും. ഓക്കെ, it is difficult to imagine the size of universe. It is difficult to imagine how big the universe is. Okay, hello. ഓക്കെ അല്ലേ? യൂണിവേഴ്സ് ഗാലക്സീസ് എന്താണെന്ന് മനസ്സിലായല്ലോ. യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് എല്ലാം എല്ലാം അല്ലെ. യൂണിവേഴ്സ് പറഞ്ഞാൽ എല്ലാമാണ്, പ്രപഞ്ചം മൊത്തം അല്ലെ. നമ്മള് കാണുന്ന കാണാത്ത എല്ലാ സാധനങ്ങളും യൂണിവേഴ്സിന്റെ ഭാഗമാണ്. അപ്പൊ നമ്മള് ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? ഇങ്ങനത്തെ മില്യൺസ് ഓഫ് ഗാലക്സീസ് നമ്മൾ കാണുന്നുണ്ട്. വേറെയും കുറെ ഗാലക്സീസ് ഉണ്ട്. സോ മിൽക്കി വേ പോലെ തന്നെ വേറെയും കുറെ ഗാലക്സീസ് കാണുന്നുണ്ട്. ആ ഗാലക്സിയിലൊക്കെ ബില്യൺസ് ഓഫ് സ്റ്റാർസ് ഉണ്ട്. അതിലൊരു ഗാലക്സിയാണ് മിൽക്കി വേ ഗാലക്സി. അതില് ഒരു സ്റ്റാർ ആണ് സൺ. അതിന്റെ ഒരു പ്ലാനറ്റ് ആണ് എർത്ത്. അവിടെയാണ് നമ്മളുള്ളത്. ഓക്കെ, ടേംസ് ഒക്കെ മനസ്സിലായല്ലോ. ഗാലക്സി, യൂണിവേഴ്സ്, ആസ്ട്രോയിഡ്, മീറ്റോറൈറ്റ്, ഡ്വാർഫ് പ്ലാനറ്റ്. എനിക്ക് അർത്ഥം മനസ്സിലായല്ലോ ഏകദേശം. അങ്ങനെ അർത്ഥം ബേസിക്കലി മനസ്സിലാക്കുക, എന്നിട്ട് വായിച്ചു പോകും. അത്രേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പുതിയ ടേംസ് വരുമ്പോൾ അതിന്റെ മീനിങ് അറിയണം. ഓക്കെ, എന്താ ചിത്രം? യു, എർത്ത്, സോളാർ സിസ്റ്റം, മിൽക്കി വേ ഗാലക്സി, യൂണിവേഴ്സ്. ഫസ്റ്റ് ലെസൺ ഏകദേശം കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചെയ്ത ഇതിനകത്തുള്ള എന്താണ് ഫസ്റ്റിന്റെ ആൻസർ വരിക? എന്താണ് ബേസിക് ഡിഫറൻസ്? നമ്മൾ പറഞ്ഞപ്പോ പ്ലാനറ്റും സ്റ്റാറും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? വാട്ട് ഇസ് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ പ്ലാനറ്റ് ആൻഡ് സ്റ്റാർ? എന്താണ് പ്രശ്നം? പറയാം. സ്റ്റാറിനെ റൊട്ടേറ്റ് ചെയ്യും. പക്ഷെ അതിന്റെ ഡിഫറൻസ് എന്താ? വ്യത്യാസം എന്താ? ഇത് പ്ലാനറ്റിന്റെ ജോലിയാണ് വളരെ നിൽക്കുന്നത്. പക്ഷെ ഡിഫറൻസ്, ബേസിക് ഡിഫറൻസ് എന്താ? അത് എർത്ത് നോക്കുമ്പോൾ പ്രത്യേക പാറ്റേൺ കാണുന്നത്. ഓക്കെ, അത് ഓക്കെ, ആ ഡിഫറൻസ് ആണ് പറയുന്നത് അല്ലെ. ഓക്കെ ഓക്കെ, ആ കുഴപ്പമില്ല. അത് എർത്ത് നോക്കുമ്പോഴാണ് നമ്മൾ ആ ഡിഫറൻസ് കാണുന്നത്. എർത്ത് നോക്കുമ്പോൾ വേറെ പ്ലാനറ്റ്സിലേക്ക് മൂവ് ചെയ്യും, സ്റ്റാർസ് ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, അത് കറക്റ്റ് ആണ്. പക്ഷെ ഞാൻ ചോദിച്ചത് എർത്ത് നോക്കുമ്പോൾ ഡിഫറൻസ് അല്ലായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ, ബേസിക്കലി എന്താ ഡിഫറൻസ്? സ്റ്റാറിന് എന്താ ഉണ്ടാവുക? സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. പ്ലാനറ്റ്സ് എന്തില്ല? ആ കപ്പാസിറ്റി ഇല്ല. അതാണ് ബേസിക് ഡിഫറൻസ്. ഓക്കെ, എർത്ത് നോക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ബാക്കി സ്റ്റാർസ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, ബാക്കി 7 പ്ലാനറ്റ്സ് ഇല്ലേ? ആ പ്ലാനറ്റ്സ് നമ്മൾ ഇവിടുന്ന് കാണുമ്പോൾ എന്തായിരിക്കും? അത് മൂവ് ചെയ്യുന്ന മാതിരി കാണും. അത് നമുക്ക് തോന്നുന്ന കാര്യമാണ്, നമ്മൾ എർത്തിൽ നിൽക്കുന്നതുകൊണ്ട് കാണുന്ന കാര്യമാണ്. പക്ഷെ ഒരു പ്ലാനറ്റും ഒരു സ്റ്റാറും തമ്മിലുള്ള ബേസിക് ഡിഫറൻസ് എന്താ വെച്ചാൽ, ഒന്ന് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. കാരണം സ്റ്റാർസ് സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യും. പ്ലാനറ്റ്സ് എന്തായിരിക്കും? അതിന് സ്വന്തമായിട്ട് ഹീറ്റും ലൈറ്റും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. ഓക്കെ, ഞാൻ പറഞ്ഞത് പണ്ട് കാലത്ത് ആൾക്കാർക്ക് ഇതെങ്ങനെയാ മനസ്സിലായെന്നാണ് പറഞ്ഞത്. ഇത് രണ്ടും വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാവാനുള്ള കാരണം പറഞ്ഞത്. സ്റ്റാർസ് ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർ എല്ലാ ദിവസവും അവിടെ തന്നെ കാണും. പ്ലാനറ്റ്സ് എന്തായിരിക്കും? മൂണിനെ പോലെ ചില ദിവസം ഇവിടെ ആയിരിക്കും, ചില ദിവസം അപ്പുറത്തായിരിക്കും.
ബാക്കി സ്റ്റാർസ് ഒക്കെ ഒരു പാറ്റേൺ കാണിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇവർ ഇതിന് മനസ്സിലാക്കുന്നത്. ഇത് രണ്ടും വേറെ വേറെ കാറ്റഗറി ഓഫ് സാധനങ്ങളാണെന്ന് അവർക്ക് മനസ്സിലാവും. രണ്ടിനും നോക്കുമ്പോൾ ഒരേപോലെ ഉണ്ടാവുക അല്ലെ. പ്ലാനറ്റ്സിനെ കണ്ടുണ്ടോ? ബുധനെ ശുക്രനെയൊക്കെ കണ്ടുണ്ടോ? രാവിലെ എണീറ്റാ കാണാം. ഓക്കെ. അപ്പം ഇത് നോക്കുമ്പോൾ കാണുമ്പോൾ സ്റ്റാർ പോലെ തന്നെയാണ്. അതിന് ലൈറ്റ് ഉണ്ടാവും, കാണുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. സ്വന്തമായിട്ട് ലൈറ്റ് ഇല്ലെങ്കിലും ലൈറ്റ് കാണുമ്പോൾ നോക്കുമ്പോൾ ലൈറ്റ് ഉണ്ടാവും. ഓക്കെ. അപ്പം ഈ പണ്ട് കാലത്ത് ആൾക്കാർ ഇത് എങ്ങനെ മനസ്സിലാക്കി, ഡിഫറൻസ് എങ്ങനെ മനസ്സിലാക്കിയാണ്? ഇത് രണ്ടും വേറെ വേറെ കാറ്റഗറി ആണെന്നുള്ളത് മനസ്സിലാക്കിയത് എങ്ങനെയാ? അത് ഈ പറഞ്ഞ അതിന്റെ മൂവ്മെന്റ് വെച്ചിട്ടാണ് മനസ്സിലാക്കിയത്. സ്റ്റാർസ് എല്ലാ ദിവസവും നോക്കുമ്പോൾ ആ ഒരു ഫിക്സഡ് പാറ്റേണിൽ തന്നെ കിടക്കുന്നതാണ്. ഈ സാധനങ്ങൾ ചില ദിവസം ഇതിന്റെ അടുത്തായിരിക്കും, ചില ദിവസം വേറെ ദൂരത്തായിരിക്കും. അതിങ്ങനെ മൂവ് ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കും. ഓക്കെ. സോളാർ സിസ്റ്റം എന്താണ്? വാട്ട് ഇസ് മെൻ ബൈ സോളാർ സിസ്റ്റം? എന്താണ് സോളാർ സിസ്റ്റം? പറ. കേൾക്കുന്നില്ല. സോളാർ സിസ്റ്റം സോൾ എന്ന് പറഞ്ഞ വാക്കുന്നാണ് വന്നത്. എന്താണ് സോളാർ സിസ്റ്റം? വാട്ട് ഇസ് സോളാർ സിസ്റ്റം എന്ന ക്വസ്റ്റ്യൻ. ആ, സണ്ണെന്നുള്ള സ്റ്റാറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാ സാധനത്തിനെയും കൂടിയാണ് നമ്മൾ സോളാർ സിസ്റ്റം വിളിക്കുന്നത്. അതിൽ 8 പ്ലാനറ്റ്സ് ഉണ്ട്. സണ്ണടക്കം 8 പ്ലാനറ്റ്സ്, സണ്ണ് പ്ലസ് വേറെ 8 പ്ലാനറ്റ്സ് ഉണ്ട്. അതിന് ചെറിയ ഉപഗ്രഹങ്ങളുണ്ട്. ഈ പ്ലാനറ്റ്സിന് ഉപഗ്രഹങ്ങളുണ്ട്. അതിന് സ്വന്തമായിട്ട് വലം വെക്കുന്ന ഉപഗ്രഹങ്ങളുണ്ട്. എക്സാമ്പിൾ മൂൺ. അതല്ലാതെ ആസ്ട്രോയിഡ്സ് ഉണ്ട്, അതല്ലാതെ മീറ്ററോയിഡ്സ് ഉണ്ട്, അതല്ലാതെ ഡ്വാർഫ് പ്ലാനറ്റ്സും ഉണ്ട്. ഇത്രയും സാധനങ്ങൾ എല്ലാത്തിനും കൂടെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോളാർ സിസ്റ്റം വിളിക്കുന്നത്. ഇതിനുള്ള സോഴ്സ് ഓഫ് ലൈറ്റ് ആരാണ്? സോഴ്സ് ഓഫ് ഹീറ്റ് ആൻഡ് ലൈറ്റ് സണ്ണാണ്. ഇപ്പൊ സണ്ണാണ് ഇതിന്റെ ചാലക ശക്തി അല്ലെ. സണ്ണാണ് എല്ലാവർക്കും ഹീറ്റും ലൈറ്റും കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ സണ്ണിന്റെ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അതാണ് സോളാർ സിസ്റ്റം എന്നുള്ള പേര് വരാൻ കാരണം. സോൾ എന്ന് പറഞ്ഞാൽ സൺ അല്ലെ, റിലേറ്റഡ് ടു സണ്ണിനാണ് സോൾ എന്ന് പറയുന്നത്. സോയിൽ. ഓക്കെ അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറയാറിയോ? ആരാ പറയാ? തേർഡ് ക്വസ്റ്റ്യൻ. നെയിം ദ പ്ലാനറ്റ്സ് അക്കോർഡിംഗ് ടു ദെയർ ഡിസ്റ്റൻസ് ഫ്രം ദ സൺ. പ്ലാനറ്റ്സിന്റെ ഓർഡർ അറിയോ? ഓർഡർ പ്ലാനറ്റ്സിന്റെ ഓർഡർ. മെർക്കുറി, വീനസ്, സാറ്റേൺ, യുറാനസ് ആൻഡ് നെപ്റ്റ്യൂൺ. ഓർഡർ പഠിച്ചു വെക്കണം. ഓക്കെ. ഏത് ഓർഡർ ആണെന്നുള്ളത്, അതിന്റെ ഡിസ്റ്റൻസിന്റെ ഓർഡർ ആണ് നമ്മൾ പഠിക്കുന്നത്. മെർക്കുറി, വീനസ്, എർത്ത്, മാർസ്, ജൂപ്പിറ്റർ, സാറ്റേൺ, യുറാനസ്, നെപ്റ്റ്യൂൺ. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കണം. വൈ ഇസ് എർത്ത് കോൾഡ് എ യുണീക് പ്ലാനറ്റ്? എന്തുകൊണ്ടാണ് എർത്തിനെ നമ്മൾ യുണീക് പ്ലാനറ്റ് എന്ന് വിളിക്കുന്നത്? യുണീക് ആണ് ജീവൻ നിലനിൽക്കുന്ന ക്രൈറ്റീരിയ ഉള്ള ഏക പ്ലാനറ്റ് ആണ് അല്ലെ. പറഞ്ഞില്ലേ യുണീക് പ്ലാനറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം ജീവൻ നിലനിൽക്കുന്ന കണ്ടീഷൻസ് എർത്തിലാണല്ലോ. എന്താണ്? നൈദർ ടു കോൾഡ് നോർ ടു ഹോട്ട്. ഓവർ തണുപ്പില്ല, ഓവർ കോൾഡും ഇല്ലാത്തൊരു സ്ഥലത്താണ് എർത്ത് നിൽക്കുന്നത്. ഓക്കെ. കൂടുതൽ സൂര്യൻ എടുത്താണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. വിട്ടിട്ടാണെങ്കിൽ ഇപ്പം നെപ്റ്റ്യൂണിന്റെ ഒക്കെ സ്ഥലത്താണ് എർത്ത് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പൊ ഇത് രണ്ടും ഇല്ലാത്തൊരു മീഡിയം സ്ഥലത്താണ് എർത്ത് നിൽക്കുന്നത്. അപ്പൊ അവിടെ ഇവിടെ എന്താണ്? ഈ കണ്ടീഷനിൽ ലിക്വിഡ് വാട്ടറിന് ലിക്വിഡ് ഫോമിൽ നിൽക്കാൻ പറ്റും. ഓക്കെ. എർത്ത് നിൽക്കുന്ന സ്പേസിൽ വാട്ടർ എന്തായിരിക്കും? ലിക്വിഡ് ഫോമിൽ നിൽക്കും. എർത്ത് സാറ്റേണിന്റെയോ അല്ലെങ്കിൽ യുറാനസിനെ ഒക്കെ പ്ലേസ് ചെയ്യുന്നെങ്കിൽ എന്തായിരിക്കും? അവിടെ വാട്ടർ ഐസ് ആയിട്ടേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മെർക്കുറിയുടെ സ്ഥലത്താണെങ്കിൽ വാട്ടർ എന്തായിരിക്കും? മെർക്കുറി സ്ഥലത്താണ് എർത്തെങ്കിൽ അവിടെ വാട്ടർ വേപ്പർ ഫോമിലേക്ക്, ഗ്യാസ് ഫോമിലേക്ക്, സ്റ്റീമിന്റെ ഫോമിലേക്ക്, കുക്കറിന് വരുന്ന സാധനത്തിന്റെ ആ ഒരു ഫോമിലേക്ക്. ഓക്കെ. അപ്പൊ അതൊന്നും ലൈഫിനെ സപ്പോർട്ട് ചെയ്യില്ല. ലൈഫിനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ലിക്വിഡ് ഫോമിലായിരിക്കണം വാട്ടർ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എർത്തിനെ യുണീക് പ്ലാനറ്റ് എന്ന് പറയുന്നത് അല്ലെ. പിന്നെ എർത്തിൽ എന്നിട്ട് വേറെ ഓക്സിജനും കൂടെ ഉണ്ട് കേട്ടോ. ഓക്സിജനും
ഉള്ള ഒരു പ്ലാനറ്റ് ആണ്. വാട്ടർ ഇൻ ലിക്വിഡ് ഫോം ആസ് വെൽ ആസ് ഓക്സിജൻ, ഇതാണ് ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന ബേസിക് സാധനം. ഓക്കെ, why do we see only one side of moon? അത് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തില്ല. ഇതിന്റെ റീസൺ എന്ന് വെച്ചാൽ എർത്ത് മൂവ്സ് അറൌണ്ട് ദ സൺ ഇൻ അബൌട്ട് 27 ഡേയ്സ്. 27 ദിവസം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? എർത്ത് മൂണ് എർത്തിന്റെ ചുറ്റിലും കറങ്ങുന്നത്. ഓക്കെ, 27 ഡേയ്സ് എടുത്താൽ ഇത് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് തിരിച്ച് ഇവിടെ തന്നെ എത്തും, ഈ പോയിന്റിലേക്ക് തന്നെ എത്തും 27 ഡേയ്സിൽ. വേറെ ഇതിന്റെ റീസൺ എന്താ വെച്ചാൽ ഇത് ഒരേ ഭാഗം നമ്മൾ മൂണിന്റെ എപ്പോഴും നമ്മൾ ഈ ഒരു ഭാഗം മാത്രമേ എർത്ത് നോക്കിയാൽ കാണുള്ളൂ, ഈ ഒരു ഫേസ് മാത്രമേ കാണുള്ളൂ അല്ലെ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. എർത്തുനിന്ന് മൂണിനെ നോക്കിയാൽ ആകെ ഒരു സൈഡ് മാത്രമേ കാണുള്ളൂ, മറ്റേ ബാക്ക് സൈഡ് നമുക്ക് വേറെ ഒരു സൈഡും കാണാൻ പറ്റില്ല. നമുക്ക് സ്പേസ് അല്ലെങ്കിൽ ടെലിസ്കോപ്പ് ഒക്കെ വിട്ടിട്ട് സ്പേസിലേക്ക് ടെലിസ്കോപ്പ് വിട്ടിട്ട് ആ ബാക്ക് സൈഡിലെ ഫോട്ടോ കിട്ടുള്ളൂ, സാറ്റലൈറ്റ് വിട്ടാലേ ഫോട്ടോ കിട്ടുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിന്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റില്ല മൂണിന്റെ. ഇതിന്റെ റീസൺ എന്താ വെച്ചാല് മൂണ് സ്വന്തമായിട്ട് ആക്സിസിൽ തിരികെ നമ്മൾക്ക് വൺ ഡേയില് ഒരു ദിവസം എന്താ രാവിലെ മുതൽ രാത്രിയായി പിന്നെയും പുതിയ രാവിലെ വരുന്ന 24 മണിക്കൂർ. മൂണില് ആ 24 മണിക്കൂർ എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി ഈ 27 ഡേയ്സിന് തുല്യമാണ്. മൂണിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എത്രയാണ്? മൂണിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ ഇന്നിപ്പോ പകലാണ്, അത് രാത്രിയായി പിന്നെ പകലാവുമ്പോ എത്ര ടൈം എടുക്കും? 27 ഡേയ്സ് എടുക്കും. മൂന്നിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ എർത്തിലെ 27 ഡേയ്സിന് ഈക്വൽ ആണ്. മൂന്നിൽ ഒരു രാത്രി ഒരു പകൽ കഴിയണമെങ്കിൽ എത്ര ടൈം എടുക്കും? 27 ഡേയ്സ് എടുക്കും. അപ്പൊ ഈ ഒരു കാരണം കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്, ഒരേ ഭാഗം നമ്മൾ കാണാനുള്ള റീസൺ എന്നാ പറയുന്നത്. അതിന്റെ റൊട്ടേഷൻ അറൌണ്ട് എർത്തും അതിന്റെ സ്വന്തം ആക്സിസിൽ റിവോൾവ് ചെയ്യുക. റെവല്യൂഷൻ അറൌണ്ട് എർത്തും റൊട്ടേഷൻ അറൌണ്ട് ആക്സിസും ഒരേ ടൈം പീരീഡ് എടുക്കുക. ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, അതാണ് റീസൺ ഫോർ as a result only one side of the moon is visible to us on the earth. ഈ റീസൺ, ഈ കാരണം കൊണ്ടാണ് നമുക്ക് മൂണിന്റെ ഒരേ ഫേസ് എപ്പോഴും കാണാൻ പറ്റുള്ളൂ. ഓക്കെ, എന്താണ് റീസൺ? റൊട്ടേഷൻ ഓൺ ആക്സിസ് ഓഫ് മൂൺ is equal to എന്താണ്? ടൈം പീരീഡ് ഫോർ റൊട്ടേഷൻ അറൌണ്ട് ആക്സിസ് will be equal to revolution period of moon around earth. എർത്തിനെ ചുറ്റാൻ എടുക്കുന്ന അതേ ടൈം തന്നെ അത് എന്ത് ചെയ്യും? ഈ സാധനം ഇതിന്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടോ? ആക്സിസ് അച്ചുതണ്ട്. എന്താണ് അച്ചുതണ്ട് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്? ഇമാജിനായിട്ടുണ്ട്, ഇത് ലൈനാണ് അല്ലെ. ഒരു സാധനം തിരിയുമ്പോൾ എക്സാമ്പിളെ പറയുന്നതാണ് വിഷ്ണു ഭഗവാന്റെ ചിത്രത്തിൽ നിന്ന് സുദർശന ചക്രം ഉണ്ടാവില്ലേ കൈ അല്ലെ. അപ്പൊ ആളുടെ ഫിംഗർ ആണ് അതിന്റെ ആക്സിസ്. ആ ചക്രം ആളുടെ ഫിംഗറിനെ ചുറ്റിലുമാണ് തിരിയുന്നത്. ഓക്കെ, അതേപോലെ എന്ത് സാധനം തിരിയാണെങ്കിൽ ഈ ഫാൻ നോക്കുകയാണെങ്കിൽ ഫാനിന്റെ ആ കോലില്ലേ, ആ കോലാണ് ഇതിന്റെ ആക്സിസ്, അതിന്റെ ചുറ്റിലുമാണ് ഇത് തിരിയുന്നത് അല്ലെ. അപ്പൊ ഒരു ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഇമാജിനറി ലൈൻ ആണ്. തിരിയുന്ന ഏത് സാധനത്തിനും അതുണ്ടാവും. ആ ലൈനിന്റെ ചുറ്റിലുമാണ് ബാക്കി സാധനങ്ങൾ തിരിയുക. അപ്പം മൂണിന് സ്വന്തമായിട്ട് ചുറ്റുന്നുണ്ട്, മൂണും എർത്തൊക്കെ സ്വന്തമായിട്ട് ചുറ്റുന്നുണ്ട്, എർത്തും സ്വന്തമായിട്ട് ചുറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എർത്ത് ചുറ്റുന്ന ആ ഒരു ഇമാജിനറി ലൈൻ ഉണ്ടാവും. ലൈനിന് ചുറ്റിലുമാണ് അത് സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, ഇതിനാണ് നമ്മൾ ആക്സിസ് എന്ന് പറയുന്നത്. ആക്സിസ്, എല്ലാ റൊട്ടേറ്റിംഗ് ബോഡിക്കും ആക്സിസ് ഉണ്ട്. ഓക്കെ ഓക്കെ അപ്പം ബേസിക്കലി ഇതാണ് ആക്സിസ് എന്താന്നുള്ളത് മനസ്സിലാക്കുക. എന്താ പറഞ്ഞു തന്നെ, ഈ ആക്സിസിൽ ഇങ്ങനെ ചുറ്റണമെങ്കിൽ മൂണാണിത്, മൂണിന് ഇത് ചുറ്റാൻ 27 ഡേയ്സ് എടുക്കും. ഓക്കെ, ആ ടൈം എക്സാക്ട്ലി അത് എർത്തിനെ ചുറ്റാനും എടുക്കും. അതുകൊണ്ട് അതുപോലെ നിങ്ങൾ അതിന്റെ എന്താ പറയാ, എങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല ആക്ച്വലി എന്താ നടക്കുന്നത്. ഇതതിന്റെ റീസൺ.
ഓക്കെ, ഇത് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞാൽ എന്താവും, നമുക്ക് ഒരു സൈഡ് മാത്രമേ കാണാൻ പറ്റൂ. ഓക്കെ, എർത്തേക്ക് ഇതിന്റെ ഒരു സൈഡ് മാത്രമേ, മൂണിന്റെ ഒരു സൈഡ് മാത്രമേ എപ്പോഴും കാണുള്ളൂ. ഒന്നാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ ക്ലിയർ ആനിമേഷൻ കിട്ടണമെങ്കിൽ ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി. വൈ ഡു വി സി ഓൺലി വൺ ഫേസ് ഓഫ് മൂൺ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് അതിന്റെ ഒരു ആനിമേഷൻ കിട്ടും, നമുക്ക് മനസ്സിലാവും. ഓക്കെ, റീസൺ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റൊട്ടേഷൻ അറൌണ്ട് ആക്സിസ്, മൂണിന്റെ റൊട്ടേഷൻ അറൌണ്ട് ആക്സിസ് വിൽ ടേക്ക് 27 days. ദ സെയിം ടൈം പീരീഡ് ഇസ് ടേക്കൺ ഫോർ റിവോൾവിംഗ് അറൌണ്ട് സൺ. എർത്തിനെ ചുറ്റാനും അതേ ടൈം എടുക്കുന്നത്. ഇത് രണ്ടുകൊണ്ടും കൂടെയാണ് എന്താവുന്നത്, we will see only one face of moon on earth. ഓക്കെ, നിങ്ങൾ വർക്കായിട്ട് ബ്രേക്കിൽ ഈ സാധനം വീഡിയോ നോക്കിയിട്ട് കാണാം. ഓക്കെ, ഈ ഒരു ആനിമേഷൻ ഒന്ന് സെർച്ച് ചെയ്താൽ കിട്ടും. മനസ്സിലായോ? വാട്ട് ഇസ് യൂണിവേഴ്സ്? യൂണിവേഴ്സ് എന്താണ്? പ്രപഞ്ചം അല്ലെ, അല്ലെങ്കിൽ ബ്രഹ്മാണ്ടം എന്നൊക്കെ പറയും. എന്താണ് അങ്ങനെ ഡിഫൈൻ ചെയ്യാൻ എങ്ങനെയാ? കാണുന്ന എല്ലാ സാധനങ്ങളും അല്ലെ. ജിയോഗ്രഫിയിൽ പറയുമ്പോൾ നമ്മൾ എന്താ പറയണ്ടേ? There are millions of galaxies together make the universe. ഗാലക്സി എന്താണ് ആദ്യം പറയണം. There are millions of stars and clouds of dust and dust particles, അല്ലെ, dust and gases. ഇതെല്ലാം കൂടെ ഫോം ചെയ്യുന്ന ബില്യൺസ് ഓഫ് ഗാലക്സീസ് ഉൾക്കൊള്ളുന്ന ഒരു സാധനമാണ് യൂണിവേഴ്സ്. ഓക്കെ, MCQs നോക്ക്. MCQ, which planet is known as Earth's twin? ഏതാണ് ട്വിൻ? വീനസ് അല്ലെ, വീനസ്. പിന്നെ which is the third nearest planet to the Earth, the Sun? Third nearest ഏതാണ്? എർത്ത്. വീനസ് സെക്കൻഡ് അല്ലേ? All the planets move around the sun in ഏത് പാത്തില? എലോങ്ങേറ്റഡ് പാത്ത്. ഇതിൽ എലോങ്ങേറ്റഡ് എന്നാണ്, എലിപ്റ്റിക്കൽ എന്നുള്ളത് ശരിക്കും വലിയ ആൾക്കാർക്ക് എലിപ്റ്റിക്കൽ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. പക്ഷേ ഈ 6ാം ക്ലാസ് കുട്ടികളാകുമ്പോൾ എലോങ്ങേറ്റഡ് എന്ന് പറഞ്ഞിട്ട് തന്നെ മനസ്സിലാവും. ഓക്കെ, എലോങ്ങേറ്റഡ് പാത്ത് അല്ലെ, എലോങ്ങേറ്റഡ്. സംശയം ഉണ്ടോ എലോങ്ങേറ്റഡിന്റെ? ഇങ്ങനെ ഉണ്ടാവും കാണാൻ ഏകദേശം. elongated path. പിന്നെ pole star indicates direction to the north side, north direction. Asteroids are found in between the orbits of asteroids. The asteroid belt is found in between Mars and Jupiter. Option 2. Option 2, Mars and Jupiter. Mars and Jupiter. Fill in the blanks ചെയ്ത്. The patterns പറ്റി നമ്മൾ എന്താ പഠിച്ചിരുന്നത്? Stars forming, a group of stars forming various patterns is called എന്താണ്? Patterns form ചെയ്യോ ഗാലക്സി? പാറ്റേൺ ഫോം ചെയ്യുന്നത് ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസിനെ നമ്മൾ വിളിക്കുന്ന അത് ഗാലക്സി ശരിയാണ്. പക്ഷെ പാറ്റേൺ എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് എന്താ ഉപയോഗിക്കുക? പ്ലാനറ്റ് അല്ല. പാറ്റേൺ ഉണ്ടാവും, നമ്മൾ നോക്കുമ്പോൾ പാറ്റേൺ കാണുന്നു. സ്പൂണിന്റെ പാറ്റേൺ അല്ലെ, കോൺസ്റ്റലേഷൻ. പാറ്റേൺ കാണുന്നത് കോൺസ്റ്റലേഷൻ, പാറ്റേൺ ആയിട്ട് കോൺസ്റ്റലേഷൻ ആണ്. ഗാലക്സി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഫോർമേഷൻ ഏരിയ ആണ്, ഫോം ചെയ്യുന്ന ഏരിയ ആണ്. പാറ്റേൺ എന്നുള്ള വേർഡ് ഉള്ളതുകൊണ്ട് നമ്മൾ എന്തായിരിക്കും ആൻസർ? കോൺസ്റ്റലേഷൻ ആയിരിക്കും ആൻസർ. സ്റ്റാർ ഫോമിംഗ് ഏരിയ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗാലക്സി ആണ് ആൻസർ. പക്ഷെ ഇവിടെ പാറ്റേൺ എന്നുള്ള വേർഡ് ആണ് ഇമ്പോർട്ടന്റ്. പാറ്റേൺ എന്നുള്ള വേർഡ് വന്നുകൊണ്ട് അത് കോൺസ്റ്റലേഷൻ ആവും. A huge system of stars is called. സ്റ്റാർസിന്റെ ഒരു ഹ്യൂജ് കൂട്ടത്തിന് എന്താ വിളിക്കുക?
കോൺസ്റ്റലേഷൻ എന്ന് പറഞ്ഞാലേ നമ്മൾ എർത്ത് നോക്കുമ്പോൾ മാത്രമേ അങ്ങനെ കാണുള്ളൂ. ഓക്കെ, നമ്മൾ ഒന്നെങ്കിൽ മൂണിൽ പോയാൽ തന്നെ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഈ കാണുന്ന ഫെയർ സ്റ്റാർസ് അതായത് വേറെ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ വ്യത്യാസം ഉണ്ടാവും. നെപ്റ്റ്യൂണിൽ പോയി നോക്കിയാൽ നമ്മൾ ഇവിടുന്ന് കാണുന്ന ആ ഒരു രീതിയിലല്ല സ്റ്റാർസ് ഉണ്ടാവുക. എർത്തുനിന്ന് നമ്മൾ സ്റ്റാർസിനെ കാണുമ്പോൾ എപ്പോഴും ഒരേ രീതിയിൽ കാണും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ അത് അങ്ങനെ കാണില്ല, വേറെ പാറ്റേൺ ആയിരിക്കും. എർത്തുനിന്ന് കാണുന്ന മാത്രമാണ് പാറ്റേണിനെയാണ് നമ്മൾ കോൺസ്റ്റലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താ ചോദിച്ചത്? ഹ്യൂജ് സിസ്റ്റം ഓഫ് സ്റ്റാർസ്. സ്റ്റാറിന്റെ സിസ്റ്റത്തിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? സോളാർ സിസ്റ്റം അല്ല, അത് സണ്ണിന്റെ സിസ്റ്റത്തിനാണ് സോളാർ സിസ്റ്റം വിളിക്കുന്നത്. കുറെ സ്റ്റാർസ് കൂടി എന്താ ഫോം ചെയ്യാ? ഗാലക്സി. ഗാലക്സിയാണ് ആൻസർ. സംശയം ഉണ്ടോ? ഓക്കെ അല്ലേ? സ്റ്റാറുകളുടെ ഒരു സിസ്റ്റം കൂടെ അല്ലെ, ബില്യൺസ് ഓഫ് സ്റ്റാർ കൂടി ചേരുന്ന ഒരു സ്ഥലമാണ് എന്ത്? ഗാലക്സി. അവിടെ സ്റ്റാർ ഫോർമേഷൻ നടക്കും വിത്ത് ക്ലൗഡ്സ് ഓഫ് ഡസ്റ്റ് ആൻഡ് ഗ്യാസസ്. ഗ്രൂപ്പ് ഓഫ് ഇവിടെ സ്റ്റാർസ് ആണ് കോൺസ്റ്റലേഷൻ. ഇവിടെ ഗാലക്സി അല്ലെ. അടുത്ത ഏതാണ് ആൻസർ? മാർസോ. Which dash is the closest celestial body to our Earth? എർത്തിന്റെ ഏറ്റവും അടുത്തുള്ള വേറെ celestial body ഏതാ? ആദ്യം നിന്ന് പറഞ്ഞു. പ്ലാനറ്റ്സ്. ഓക്കെ, പ്ലാനറ്റ്സ് അല്ല ഉദ്ദേശിക്കുന്നത്, ഏതാണോ ബോഡി എന്നാ ചോദിക്കുന്നത്. മൂൺ ഇസ് ദ ക്ലോസസ്റ്റ് സെലക്ഷ്യൽ ബോഡി ടു എർത്ത്. ഓക്കെ, third nearest planet to sun already earth. Last one, planets do not have their own. എന്തായിരുന്നു പ്ലാനറ്റ്സിന് ലാക്ക് ചെയ്യുന്നത്? പ്ലാനറ്റ്സിന് സ്വന്തമായിട്ട് എന്തില്ല? ലൈറ്റ് ആൻഡ് ഹീറ്റ്. ലൈറ്റ് ആൻഡ് ഹീറ്റ് ഇല്ല. Planets do not have their own light and heat. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെസൺ കഴിഞ്ഞു. നമുക്ക് സെക്കൻഡ് ലെസണിലേക്ക് പോലെ. ബ്രേക്ക് ആയോ? ചിക്കൻ ടൈം ആയോ? 12 മണിക്ക് വിടാം. ഈ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എന്ത്? ഗ്ലോബ്, ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ്. എന്താണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്നാൽ ഗ്ലോബ് എന്താണ്? എർത്തിന്റെ ഒരു മോഡലാണ് അല്ലെ, എർത്തിന്റെ ഒരു മിനിയേച്ചർ ഫോം, ചെറിയൊരു ഫോമാണ് ഗ്ലോബ് ഉണ്ടാക്കുന്നത് അല്ലെ. ഇവിടെ ഏതാ ആക്സിസ്? ഇതില് ഈ ഡയഗ്രത്തിൽ ഏതാ ആക്സിസ്? എർത്തിന്റെ ആക്സിസ് കാണിച്ചു ചെയ്താ ഏതാണ്? ഈ ഒരു സാധനം അല്ലെ, ഇതാണ് എർത്തിന്റെ ആക്സിസ്. ഓക്കെ, എർത്തിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഈ ഒരു സാധനത്തിനാണ്. ഇവിടുന്ന് ഇവർ കൊടുത്തിട്ടുണ്ട് അല്ലെ, ആക്സിസ് ഇതാണെന്ന് പറയും. ആ ഒരു ഇതിലാണ് എർത്ത് റൊട്ടേറ്റ് ചെയ്യുക, സ്വന്തമായിട്ട് റൊട്ടേറ്റ് ചെയ്യുക. ഓക്കെ, സോ ഗ്ലോബ് ഇസ് മിനിയേച്ചർ ഫോം ഓഫ് എർത്ത്. ഓക്കെ, ഗ്ലോബ് ഇസ് എ മിനിയേച്ചർ ഫോം ഓഫ് എർത്ത്. എർത്തിന്റെ ചെറിയൊരു ഫോമാണ് ഗ്ലോബ്. ദെൻ ബാക്കിയൊന്നും വേണ്ട. പിന്നെ എന്താണ് ആക്സിസ് അല്ലെ? ഈ രണ്ട് നീഡൽസ് വെച്ചിട്ട് അതിനെ ഫിക്സ് ചെയ്തിട്ട് തിരിയുന്ന ഏരിയ ആണ് ആക്സിസ്. ഓക്കെ ആണല്ലോ? ആക്സിസ് എന്താ മനസ്സിലായല്ലോ? ആക്സിസ്. ഓക്കെ, അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണ്ടേ, ഇപ്പൊ എർത്തിന്റെ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ഇവിടെയും എർത്തിൽ ടച്ച് ചെയ്യുന്ന 2 പോയിന്റ്സ് ഇല്ലേ?
ഈ 2 പോയിന്റ്സ് ഏതായിരിക്കും? ധ്രുവങ്ങൾ. ഓക്കെ, ഈ 2 പോയിന്റ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോൾസ്. ഇതിനെ നോർത്ത് പോൾ എന്ന് വിളിക്കും, ഇതിനെ സൗത്ത് പോൾ. ഓക്കെ, ആക്സിസ് ഇതിൽ കൂടിയാണോ പാസ് ചെയ്യുക, ആ 2 പോയിന്റ്സ് നമ്മൾ പോൾസ് എന്ന് വിളിക്കും. നോർത്ത് പോൾ, നോർത്തിലുള്ളതിനാണ് നമ്മൾ നോർത്ത് പോൾ എന്ന് വിളിക്കും, സൗത്തിലാണെങ്കിൽ സൗത്ത് പോൾ എന്ന് വിളിക്കും. ഓക്കെ, അത് ഓക്കെ ആണല്ലോ പോൾസ്? ആക്ച്വലി എർത്തിന് ഇങ്ങനെ കറക്റ്റ് ലൈൻ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എർത്ത് ഏത് ഭാഗത്താണ് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ പോൾസ് മാത്രം എന്ത് ചെയ്യും, പോൾസ് മാത്രം റൊട്ടേഷൻ ഉണ്ടാവില്ല. അവിടെ പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും, അവിടെ രാത്രിയോ പകലോ വ്യത്യാസം കാണില്ല. ഓക്കെ, അവിടെ ചിലപ്പം ലൈറ്റ് ഉണ്ടാവും, ചിലപ്പം ഇരുട്ടത്തായിരിക്കും. 6 മാസം ഇരുട്ടത്തായിരിക്കും, 6 മാസം ലൈറ്റ് ഉണ്ടാവും. അങ്ങനെയാണ് അവിടുത്തെ കണ്ടീഷൻ. ഓക്കെ, അതിന്റെ റീസൺ ഒക്കെ നമ്മൾ വേറെ പഠിക്കും. റീസൺ പക്ഷെ എങ്ങനെയാണ് അവിടെ ഉണ്ടാവുക വെച്ചാൽ അവിടെ ഡേ നൈറ്റ് മാറുന്നത് നമുക്ക് മനസ്സിലാവില്ല. പിന്നെ നമുക്ക് എർത്തിന് വേറെ ഒരു ഇമ്പോർട്ടന്റ് ലൈൻ ഉണ്ട്, എന്താണ് ഇക്വേറ്റർ എന്ന് പറഞ്ഞിട്ട്. എന്താണ് ഇക്വേറ്റർ? ഭൂമധ്യരേഖ അല്ലെ. എർത്ത് ആകുമ്പോ ഇതിലെ പാസ് ചെയ്യുന്നത് ഇങ്ങനെ ഇതിലെ പാസ് ചെയ്യുന്ന ഒരു രേഖയാണ് എന്ത്, ഇക്വേറ്റർ. എർത്തിനത് എർത്തിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. എർത്തിനെ 2 ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഒരു രേഖയാണ് ഇക്വേറ്റർ. ഇക്വേറ്റർ. ഓക്കെ, നമ്മുടെ ടോപ്പിക്കിന്റെ പേര് എന്ത് ചെയ്യുന്നു, ലാറ്റിറ്റ്യൂഡ്സ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്നാണ്. എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാല്? ആ, എന്താ വ്യത്യാസം? അതിന്റെ മലയാളം വേർഡ്സ് എന്താന്ന് പറഞ്ഞുതരുമോ? എനിക്ക് മലയാളം അത്ര അറിയില്ല അതിന്റെ വേർഡ്സ്. അക്ഷാംശ രേഖ. പിന്നെ നിങ്ങൾക്ക് മലയാളം പറഞ്ഞാൽ മലയാളമല്ലല്ലോ നിങ്ങൾ പഠിക്കാൻ പോണേ, നിങ്ങൾ അല്ലെ ഇംഗ്ലീഷിലല്ലേ എഴുതാൻ പോണേ എക്സാം. അപ്പം മറ്റേ എന്താ വേർഡ് ലോഞ്ചിറ്റ്യൂഡ്സിന്റെ? രേഖാംശ. ഇല്ല, ഏതാ രേഖാംശ പറഞ്ഞാൽ ലോഞ്ചിറ്റ്യൂഡ്സ്. ഇക്വേറ്റർ ഏതാ? ലാറ്റിറ്റ്യൂഡ്സ് എനിക്ക് ഇതിന്റെ ഇംഗ്ലീഷ് അറിയുള്ളൂ, അതാണ്. ലാറ്റിറ്റ്യൂഡ്സ് അക്ഷാംശം, മറ്റേത് ലോഞ്ചിറ്റ്യൂഡ്സ് ഇല്ല. ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ഇതാണ് നമ്മൾ പഠിക്കാൻ പോണേ എന്താന്നുള്ളത്. ഓക്കെ, അപ്പൊ എർത്തിനെ പഠിക്കണമെങ്കിൽ നമുക്ക് ആദ്യം എർത്തിൽ ഒരേ പേരുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. സ്ഥലത്തും കോട്ടയം എന്ന് പറഞ്ഞിട്ട് സ്ഥലമുണ്ട് അല്ലെ, നമുക്കൊരു ജില്ല ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ വടകര ഭാഗത്ത് വേറൊരു കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. വടകര കണ്ണൂർ ബോർഡറിലായിട്ട് ഒരു കോട്ടയം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പൊ ആരെങ്കിലും കോട്ടയം എന്ന് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഏത് കോട്ടയം കൺഫ്യൂഷൻ ഇല്ലേ വരുമോ? അപ്പം സ്ഥലങ്ങള് നമ്മളൊരു ജോഗ്രഫി പഠിക്കുമ്പോൾ അതിനൊരു എക്സാക്ട് ഒരു ലൊക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന 2 എന്താണ് 2 എന്താ പറയാ മാപ്പിൽ ഉപയോഗിക്കുന്ന 2 ഒരു മെത്തേഡ്സ് ആണ് ഇത്, ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും. ഗ്ലോബില് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനെ എക്സാക്ട്ലി ഒരു സ്ഥലത്തെ നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനൊരു നമ്പർ കോഡിങ് കൊടുക്കാൻ പോവാ. നമ്മൾ ഓരോ സ്ഥലത്തിനും ഓരോ കോഡിങ് കൊടുക്കാൻ പോവാ. ഓക്കെ, എർത്തില് ഓരോ സ്ഥലത്തിനും ഓരോ കോഡ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടാണ് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് ഉണ്ടാക്കുക. ഇവിടെ ഞാൻ ഇരിക്കുകയാണ്, നിങ്ങൾ അപ്പുറത്തിരിക്കുകയാണ്. ഈ ഒരു പോയിന്റിന് വേറൊരു കോഡ് ആയിരിക്കും, ആ ബാക്കിൽ ഇരിക്കുന്ന ആൾക്ക് വേറൊരു കോഡ് ആയിരിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവും. എർത്തിൽ ഓരോ പോയിന്റും എന്ത് ചെയ്യാൻ പറ്റും, എർത്തിന്റെ സർഫസിൽ ഓരോ പോയിന്റിനും നമുക്ക് വേറെ വേറെ ലാറ്റിറ്റ്യൂഡും ലോഞ്ചിറ്റ്യൂഡും പറയാൻ പറ്റും. അപ്പൊ ആക്ച്വലി ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് കിട്ടിക്കഴിഞ്ഞാൽ എക്സാക്ട് പോയിന്റ് നമുക്ക് മാർക്ക് ചെയ്യാൻ എടുക്കാൻ പറ്റും.
അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ്സ് സംഭവങ്ങൾ. അതിന്റെ മലയാളം അക്ഷാംശ രേഖയും തീരെ അറിയില്ല, അതുകൊണ്ടാ ഞാൻ പഠിച്ചിട്ടില്ല. മലയാളത്തിലല്ലേ പഠിച്ചത്, ഞാൻ സ്ഥലത്തേക്കും പഠിച്ചത്. ഇംഗ്ലീഷ് മാത്രമേ അതിനെ അറിയുള്ളൂ. അക്ഷാംശ രേഖ, രേഖാംശ രേഖ അങ്ങനെ അറിയാത്തോണ്ടാ. ഓക്കെ, അപ്പോ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും? ഈ ഡയഗ്രാം ഇവിടെ ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹോറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും, ഹോറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും ലാറ്റിറ്റ്യൂഡ്സ്. ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെ ആയിരിക്കും? ലോഞ്ചിറ്റ്യൂഡ്സ് വെർട്ടിക്കൽ ലൈൻ ആയിരിക്കും. ഓക്കെ, ബേസിക് ഡിഫറൻസ് എന്താ? ലാറ്റിറ്റ്യൂഡ്സ് ഹോറിസോണ്ടൽ ലൈൻസ് ആയിരിക്കും, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് ആയിരിക്കും. ലോഞ്ചിറ്റ്യൂഡ്സിന് വേറൊരു കാര്യമുണ്ട്. ഇതെന്താണ്? രണ്ട് പോൾസ് ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ആക്സിസ് പാസ് ചെയ്യുന്ന പോൾസ് ഉണ്ട്. ആ പോൾസ് നിന്നാണ് നമ്മൾ ഇതിനെ വരയ്ക്കാം, ലോഞ്ചിറ്റ്യൂഡ്സിനെ വരയ്ക്കാം. അപ്പൊ ഈ രണ്ട് പോൾസും കൂടെ മാത്രമേ ലോഞ്ചിറ്റ്യൂഡ്സ് പാസ് ചെയ്യൂ. ലോഞ്ചിറ്റ്യൂഡ്സ് നമ്മൾ നേരത്തെ പറഞ്ഞ നോർത്ത് പോൾ സൗത്ത് പോളില്ലേ, ആക്സിസ് പാസ് ചെയ്യുന്ന രണ്ട് പോയിന്റ്സ് ഇല്ലേ, നോർത്ത് പോൾ സൗത്ത് പോൾ, അതിൽ കൂടെ മാത്രമേ ലോഞ്ചിറ്റ്യൂഡ്സ് പാസ് ചെയ്യൂ. എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും എവിടെ കൂടെ പാസ് ചെയ്യും? നോർത്ത് പോളിലും സൗത്ത് പോളിൽ കൂടെയും പാസ് ചെയ്യും, എന്തായാലും പാസ് ചെയ്യും. അപ്പൊ എന്താണ്? ലോഞ്ചിറ്റ്യൂഡ്സ് എല്ലാം നോർത്ത് പോളിലും സൗത്ത് പോളിലും വന്നിട്ട് മീറ്റ് ചെയ്യും. ഓക്കെ, ലോഞ്ചിറ്റ്യൂഡ്സ് നോർത്ത് പോളിലും സൗത്ത് പോളിലും മീറ്റ് ചെയ്യും. ലാറ്റിറ്റ്യൂഡ്സ്, ഇക്വേറ്റർ ഒരു ലാറ്റിറ്റ്യൂഡ് ആണ്, ഇക്വേറ്റർ ഒരു ലാറ്റിറ്റ്യൂഡ് ആണ്. ഇക്വേറ്റർ ഈ ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? ലാറ്റിറ്റ്യൂഡ്സ് പാരലൽ ആണ്, ഇവര് ടച്ച് ചെയ്യില്ല. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? പാരലൽ ആണ്, ദേ വോണ്ട് ടച്ച് ഈച്ച് അതർ. ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? എല്ലാം ടച്ച് ചെയ്യും, നോർത്ത് പോളും സൗത്ത് പോളും വന്ന് ടച്ച് ചെയ്യും എല്ലാം. ഓക്കെ, അപ്പം ലോഞ്ചിറ്റ്യൂഡ്സ് വരയ്ക്കുമ്പോൾ ഇതിൽ രണ്ടും ടച്ച് ചെയ്തിട്ട് മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നോർത്ത് പോളിലും സൗത്ത് പോളിലും ഇത് ടച്ച് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അതാണ് ലോഞ്ചിറ്റ്യൂഡ്സ്. ലോഞ്ചിറ്റ്യൂഡ്സ് ഒപ്പം എന്താണ്? വെർട്ടിക്കൽ ലൈൻസ് ആണ്. വെർട്ടിക്കൽ ഇത് ശരിക്കും സർക്കിൾസ് ആണ്. ഇത് ഇപ്പുറത്തെ ബാക്ക് സൈഡിലേക്കും പോകും അല്ലെ, എർത്ത് റൗണ്ട് അല്ലേ, അപ്പൊ ബാക്ക് അപ്പുറത്തെ സൈഡിലേക്കും പോകും. ശരിക്കും നോക്കുമ്പോൾ റൗണ്ടുകൾ തന്നെയാണ് അല്ലെ, ഇതും റൗണ്ടുകൾ തന്നെയാണ്. കാരണം ഇത് ഇവിടെ നോക്കുമ്പോൾ ഇത് ഒരു ലൈൻ പോലെ, ബാക്കിലേക്കും ഇതും റൗണ്ട് ഉണ്ട്. ഓക്കെ, ബേസിക്കലി എന്താ മനസ്സിലായോ? ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും. ഇക്വേറ്റർ എന്ന് പറയുന്നത് ഒരു ലാറ്റിറ്റ്യൂഡ് ആണ്, ലാറ്റിറ്റ്യൂഡ്. ഓക്കെ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? ഇത് മീറ്റ് ചെയ്യില്ല, ഇതെല്ലാം പാരലൽ ആയിട്ടാണ് പോവുക, പാരലൽ ആയിട്ടാണ്. ഓക്കെ അല്ലേ? ബേസിക്കലി ഇത്രയും മനസ്സിലാക്കാം. ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ഡിഫറൻസ് മനസ്സിലായോ എന്താണ്? All the longitudes will meet at North Pole and South Pole. നോർത്ത് പോളും സൗത്ത് പോളും വന്നിട്ട് എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും മീറ്റ് ചെയ്യും. ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ, ദേ ആർ ഹോറിസോണ്ടൽ ഓൾസോ. ഹോറിസോണ്ടൽ ആണ് ലാറ്റിറ്റ്യൂഡ്സ്. ഡെഫിനിഷൻ വേണോ? കൺഫ്യൂഷൻ ഉണ്ടോ? മനസ്സിലായില്ല? രണ്ട് ലാറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് എന്താ മനസ്സിലായോ? രണ്ട് സാധനങ്ങളുണ്ട്. എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എർത്തിലെ ഓരോ പ്ലേസിനും സ്പെസിഫിക് ആയിട്ട് ഒരു നമ്പറിംഗ് കൊടുക്കും, ഒരു കോഡിംഗ് കൊടുക്കും. അത് വെച്ചിട്ട് ആ നമ്പറിംഗ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏതാ സ്ഥലം എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. പേര് വെച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഒരേ പേരിലെ പല സ്ഥലങ്ങളുണ്ടാവും അല്ലെ. ഇത്രയൊക്കെയാണല്ലോ. ഓരോ സ്ഥലങ്ങൾക്ക് ഒരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താവും? ആ കോഡ് വെച്ചിട്ട് നമുക്ക് ആ സ്ഥലം എക്സാക്ട്ലി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെ. നിങ്ങളിപ്പം പേരില്ലേ, ആധാർ കാർഡ് എന്താണ് ഒരു യുണീക്ക് നമ്പർ അല്ലായിരിക്കും. ആധാർ കാർഡ് കിട്ടിയ ആളെ കിട്ടും, പക്ഷെ പേര് വെച്ചിട്ട് നിങ്ങളെ പേരിലെ വേറെ കുറെ ആൾ കാരണമല്ലേ അല്ലേ? അതന്നെ സംഭവം. ഓക്കെ, ഒരു കോഡിംഗ് കൊടുക്കാൻ പോവാണ്. ആ കോഡിങ്ങിന് ഉപയോഗിക്കുന്ന മെത്തേഡ്സ് ആണ് ലാറ്റിറ്റ്യൂഡ്സും ലോഞ്ചിറ്റ്യൂഡ്സും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കോഡിംഗ് കൊടുക്കുക. ഓക്കെ അല്ലേ? ഇതില് ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എപ്പോഴും ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഹോറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻസ് ആയിരിക്കും. ഗ്ലോബിന്റെ മുകളിൽ ഹോറിസോണ്ടൽ ആയിട്ട് വരയ്ക്കുന്ന ലൈൻസിനാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറയുന്നത്. ഹോറിസോണ്ടൽ ലൈൻസ്.
ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് ആർ ഹോറിസോണ്ടൽ ലൈൻസ്. ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെയായിരിക്കും? വെർട്ടിക്കൽ ലൈൻസ്. അപ്പൊ അപ്പുറത്തുള്ള ചിത്രമാണ് ലോഞ്ചിറ്റ്യൂഡ്സ് പറഞ്ഞാൽ വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ്. വെർട്ടിക്കൽ ആയിട്ടുള്ള ലൈൻസ്. ആക്ച്വലി ലൈൻസ് നമ്മൾ ഇമേജിൽ കാണുമ്പോൾ ലൈൻസ്, അത് ആക്ച്വലി ഒരു സർക്കിൾ ആണ് അല്ലെ? മൊത്തം നോക്കുമ്പോൾ സർക്കിൾ ആണത്. ഇത്രയൊക്കെയാണോ? അത് സർക്കിൾ എഴുതണ്ട, ഇങ്ങനെ എഴുതാതി. ഹോറിസോണ്ടൽ ലൈൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻസ് എഴുതിയാൽ മതി. വിസിബിലിറ്റിയിൽ അത് ഹോറിസോണ്ടലോ അല്ലെങ്കിൽ വെർട്ടിക്കലോ ആയിട്ട്. പിന്നെ ലാറ്റിറ്റ്യൂഡ്സ് എന്തായിരിക്കും? കുറെ ലാറ്റിറ്റ്യൂഡ്സ് നമുക്ക് വരയ്ക്കാൻ പറ്റും. എർത്തിന്റെ മുകളിൽ ഏതൊക്കെ ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കാൻ പറ്റുമോ അതൊക്കെ ലാറ്റിറ്റ്യൂഡ്സ് തന്നെ വിളിക്കും. എനിക്ക് ഇതിന്റെ തൊട്ടടുത്ത് വേറെ വരയ്ക്കാം, ഇങ്ങനെ ഇങ്ങനെ വരച്ചോണ്ടിരിക്കാം, ഇഷ്ടത്ര വരയ്ക്കാം. അതൊക്കെ എന്താണ്? ലാറ്റിറ്റ്യൂഡ്സ് ആണ്. അപ്പൊ ഹോറിസോണ്ടൽ ആയിട്ട് ഞാൻ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതൊക്കെ എന്താ? ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഈ ഹോറിസോണ്ടൽ ലൈൻസ് ഒരിക്കലും എന്താ ചെയ്യുക? ടച്ച് ചെയ്യില്ല. രണ്ട് ലാറ്റിറ്റ്യൂഡ്സ് ഒരിക്കലും ടച്ച് ചെയ്യില്ല. അതാണ് അടുത്ത പോയിന്റ്. ലാറ്റിറ്റ്യൂഡ്സ് ആർ പാരലൽ ടു ഈച്ച് അതർ, ദേ ഡു നോട്ട് ടച്ച് ഈച്ച് അതർ. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സ് എന്താണ്? ദേ ആർ പാരലൽ, ദേ വിൽ നോട്ട് ടച്ച് ഈച്ച് അതർ. ഓക്കെ ആണോ കാര്യം? ഓക്കെ, മനസ്സിലായോ? പിന്നെ ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെയാ? ലോഞ്ചിറ്റ്യൂഡ്സ്, എല്ലാ ലോഞ്ചിറ്റ്യൂഡ്സും നോർത്ത് പോളിലും സൗത്ത് പോളിലും വന്നിട്ട് മീറ്റ് ചെയ്യും. ലോഞ്ചിറ്റ്യൂഡ്സ് വിൽ മീറ്റ് അറ്റ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ റെസ്പെക്റ്റീവ്ലി. ഓക്കെ ആണോ? അത് ലോഞ്ചിറ്റ്യൂഡ്സ് എന്ത് ചെയ്യും? ദേ വിൽ മീറ്റ് അറ്റ് നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. All the longitudes will meet at North Pole and South Pole. അപ്പൊ ഇതിന്റെ സ്റ്റാർട്ടിങ് ഇവിടുന്ന് ഇതിവിടെ വന്നിട്ട് നോർത്ത് പോളിൽ എൻഡ് ചെയ്യും. സോറി, നോർത്ത് പോളിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗത്ത് പോളിൽ എൻഡ് ചെയ്യും. ഇതാണ് അതിന്റെ മെക്കാനിക്സ്. ഇത് വരയ്ക്കുന്ന മെക്കാനിക്സ് എങ്ങനെയാണ്? ഓക്കെ, ഇത്രയും കാര്യം ഓക്കെയാണോ? ഇതാണ് ബേസിക് ഡിഫറൻസ്. ഇനി ഇക്വേറ്റർ എന്ന് പറയുന്നത് ഇപ്പൊ എന്താണ്? ഇക്വേറ്റർ നമ്മൾ കാണുമ്പോ എങ്ങനെയാ? ഇക്വേറ്റർ ഇസ് എ ഇക്വേറ്റർ ഇക്വേറ്റർ ഇതിലുണ്ട്, ഈ ഇമേജിലുണ്ട്. ഇക്വേറ്റർ എന്താണ് ശരിക്കും? അതൊരു എന്ത് ലൈനാ? വെർട്ടിക്കൽ ലൈനാണോ ഹൊറിസോണ്ടൽ ലൈനാണോ? ഇക്വേറ്റർ ഇത് എങ്ങനത്തെ ലൈനാ? ഹൊറിസോണ്ടൽ അല്ലെ? സംശയമുണ്ടോ? ഹൊറിസോണ്ടൽ അല്ലാന്ന് തോന്നുന്നുണ്ടോ? ചെറിയ ചെരിവുണ്ട് അല്ലെ? അതെന്തുകൊണ്ടാ? നമ്മളിവിടെ ആക്സിസ് ചെറിയ ചെരിവുണ്ട്. എർത്തിന്റെ ആക്സിസിന് ചെറിയൊരു ചെരിവുണ്ട്. ആ ഗ്ലോബ് എന്തുകൊണ്ടാ നേരെ വെക്കാന്? ഈ ഗ്ലോബ് എന്താ അവർക്ക് ഈ ഒരു പോയിന്റ് ഇവിടേക്ക് മാറ്റിയിട്ട് ചെരിച്ചുവിടായിരുന്നു. അതെന്തുകൊണ്ടാ ശരിക്കാൻ? ഭൂമിക്ക് ചെരിവുണ്ട്, അതുകൊണ്ടാണത്. ഭൂമിക്ക് ചെറിയൊരു ചെരിവുണ്ട്. ഭൂമി ഇങ്ങനെ എന്നിട്ടല്ല തിരിയുന്നത്, ഇങ്ങനെയല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്. ഫാനിനെ പോലെ അല്ല റൊട്ടേറ്റ് ചെയ്യുന്നത്, കുറച്ച് ചെരിഞ്ഞിട്ടുള്ള ഒരു ആക്സിസ് ആണ് അതിനുള്ള. ഈ ഫാന് ചെരിച്ചിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതേപോലെ ചെറിയൊരു ആംഗിൾ ആണ് അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ആംഗിളിന്റെ ചെറിയ ചെരിവ് കൊണ്ടാണ് നമ്മൾ ഇക്വേറ്ററും ചെറിയ ചെരിവ് കാണിക്കുന്നത്. ഓക്കെ, ഇക്വേറ്റർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ലാറ്റിറ്റ്യൂഡിന്റെ എക്സാമ്പിൾ ആണ്. ലാറ്റിറ്റ്യൂഡിന്റെ എക്സാമ്പിൾ ആണ്, ഹൊറിസോണ്ടൽ ലൈനിന്റെ എക്സാമ്പിൾ ആണ് ഇക്വേറ്റർ. ഈ ഇക്വേറ്റർ അർത്ഥത്തിൽ എന്ത് ചെയ്യും? രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. നോർത്തിൽ ഒരു പാർട്ടും സൗത്തിൽ വേറൊരു പാർട്ടും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഇതിനെ സതേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഇക്വേറ്റർ ഇസ് എ ഹൊറിസോണ്ടൽ ലൈൻ, ഇക്വേറ്റർ ഇസ് എ ലാറ്റിറ്റ്യൂഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആൻഡ് അതിന്റെ അത് രണ്ട് ഈക്വൽ പാർട്ടായി ഡിവൈഡ് ചെയ്യും. ഒരു പാർട്ടിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും, മുകളിലുള്ള പാർട്ടിനെ നോർത്തേൺ ഹെമിസ്ഫിയർ, സൗത്തിലുള്ള പാർട്ടിനെ സതേൺ ഹെമിസ്ഫിയർ എന്ന് വിളിക്കും. ഓക്കെയാണോ? സോ എർത്തിനെ നമുക്ക് ഓരോ പ്ലേസസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ലാറ്റിറ്റ്യൂഡ്, വേറൊരു ടൂളാണ് ലോഞ്ചിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഹോറിസോണ്ടൽ ലൈൻസ് ആണ്, ലോഞ്ചിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ലൈൻസ് ആണ്. ഹോറിസോണ്ടൽ ലൈൻസ് എല്ലാം പാരലൽ ആയിട്ടാണ് പോണേ, ഒറ്റൊന്നും മീറ്റ് ചെയ്യില്ല. ലോഞ്ചിറ്റ്യൂഡ്സ് എങ്ങനെയാണ്? ലോഞ്ചിറ്റ്യൂഡ്സ് രണ്ടും പോൾസിൽ മീറ്റ് ചെയ്യും, നോർത്ത് പോളിലും സൗത്ത് പോളിലും അവർ മീറ്റ് ചെയ്യും. ഇത്രയും ഓക്കെ അല്ലേ? ലാറ്റിറ്റ്യൂഡ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇക്വേറ്റർ. ലാറ്റിറ്റ്യൂഡിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇക്വേറ്റർ. ലാറ്റിറ്റ്യൂഡ് ആ ഒരു ഇക്വേറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിനെ രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, രണ്ട് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും. ഇക്വേറ്ററിന് നമ്മള് ഇനി നമ്പറിങ് കൊടുക്കാൻ പോകും. ഇക്വേറ്ററിന് നമ്മൾ എന്ത് കൊടുക്കും? 0 എന്നുള്ള ഒരു നമ്പർ കൊടുക്കും, 0 ഡിഗ്രി. ഓക്കെ,
ഇക്വേറ്ററിന് നമ്മൾ 0° എന്നുള്ള നമ്പറിങ് കൊടുക്കാൻ പോകും. കോഡ് ചെയ്യണ്ടേ? കോഡ് ചെയ്യുന്നതിന് മുന്നോടിയായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇപ്പം ആറ്റിറ്റ്യൂഡ്സ് ലോഞ്ചിറ്റ്യൂഡ്സ് ഡിസ്ക്രൈബ് ചെയ്ത്. ഇനി നമ്മൾ കോഡ് ചെയ്യാൻ പോവാം. ഇനി ഇക്വേറ്ററിന്റെ താഴോട്ടുള്ള ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പോൾസ് വരെ താഴെട്ടുണ്ട് അല്ലെ. സൗത്ത് പോൾ വരെ താഴോട്ടുണ്ട്, നോർത്ത് പോൾ വരെ മുകളിലോട്ടുണ്ട് അല്ലെ. ഈ പോൾസിനെ നമ്മൾ എന്ത് വിളിക്കും? ഇതിന് 90° എന്നുള്ള 90° സൗത്ത് എന്നുള്ള കോഡിങ് കൊടുക്കും. 90° സൗത്ത്. അതേപോലെ നോർത്ത് പോളിന് നമ്മൾ 90° നോർത്ത് എന്നുള്ള കോഡിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ ഇടയിലാണ് എല്ലാ ഹൊറിസോണ്ടൽ ലൈൻസും കിടക്കുക. 0 to 19 ഇടയിലായിരിക്കും ബാക്കി എല്ലാ ലാറ്റിറ്റ്യൂഡ്സിന്റെയും ഡിഗ്രീസ് വരിക. ഓക്കെ, സംശയം ഉണ്ടോ എന്തെങ്കിലും? ഇതൊന്നും താഴോട്ട് വരികയാണെങ്കിൽ നമ്മൾ ഇവിടെ 10° സൗത്ത്, ഇക്വേറ്ററിന് താഴത്താണ് സൗത്ത്, മുകളിലോട്ടാണ് നോർത്ത്. ഓക്കെ, കുറച്ച് ദൂരം താഴ്ത്ത് വന്നാൽ 10° സൗത്ത് എത്തും. അതിലും താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ 20° സൗത്ത്, പിന്നെയും താഴ്ത്ത് വന്നു കഴിഞ്ഞാൽ 30°. ഇങ്ങനെ പോയി പോയി ലാസ്റ്റ് എന്തോ 90° സൗത്ത് എത്തിക്കഴിഞ്ഞാൽ എവിടെ എത്തും? പോൾസിലെത്തും. ഓക്കെ, ഓക്കെ ആണത്. ഇതാണ് നമ്മളുടെ മെക്കാനിസം. ലാറ്റിറ്റ്യൂഡ്സിന് നമ്മൾ ഇക്വേറ്ററിന് 0 കൊടുത്തു, പോൾസിൽ 90 കൊടുത്തു, അതിന്റെ ഇടയിലാണ് ബാക്കി എല്ലാ ഹോറിസോണ്ടൽ ലൈൻസും വരിക. ഓക്കെ ആണോ? സംശയം ഉണ്ടോ? ലാറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിനെ റെഫറൻസ് എടുത്തിട്ടാണ് മെഷർ ചെയ്യുന്നത്. ഇക്വേറ്ററിൽ 0, അതിന്റെ താഴോട്ടാണെങ്കിൽ സൗത്ത് ഡിഗ്രി എത്രയാണോ ആ ഒരു 10-20 സൗത്ത് കൂടെ ആഡ് ചെയ്യും. മുകളിലോട്ട് പോകുന്നതനുസരിച്ച് എന്തായിരിക്കും? ഇവിടെ 10° നോർത്ത്, 20° നോർത്ത്, 30° നോർത്ത്, ഇങ്ങനെ 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 പോയിട്ട് 80° നോർത്ത്, ലാസ്റ്റ് പോളിൽ എത്തുന്നുണ്ടോ 90° നോർത്ത്. ഓക്കെ, ഇതാണ് ലാറ്റിറ്റ്യൂഡിനെ മെഷർ ചെയ്യുന്ന മെക്കാനിസം. Okay. So equator represents 0° latitude. Since distance from the equator to either of poles is equal, ഇത് ഉണ്ടാക്കുന്ന മെത്തേഡാണ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ 90° എടുക്കാനുള്ള കാരണം എന്താണെന്ന് അവർ പറയുന്നത്, അതിന്റെ ആവശ്യമില്ല. ഇത് മനസ്സിലായല്ലോ? എന്താണ് നമ്മൾ ചെയ്യുന്നത് മനസ്സിലായല്ലോ? സോ എല്ലാ ലാറ്റിറ്റ്യൂഡും ഇക്വേറ്ററിനെ റെഫറൻസ് ചെയ്തിട്ട് ഇക്വേറ്ററിന്റെ മുകളിലാണെങ്കിൽ നോർത്ത് എന്ന് എപ്പോഴും മാർക്ക് ചെയ്യണം, ഇക്വേറ്ററിന്റെ താഴെയാണെങ്കിൽ സൗത്ത് എന്ന് എപ്പോഴും മാർക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ 10° നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേറ്ററിന് 10° മുകളിൽ ഉള്ള പോയിന്റ് ആയിരിക്കും. വെറും 10° എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാക്ട് പ്ലേസ് മാർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല, കാരണം നോർത്തിലും 10° ഉണ്ട്, സൗത്തിലും വേറെ 10° ഉണ്ട്. അപ്പൊ 10° നോർത്ത് എന്ന് പറഞ്ഞാൽ ആ ലൈനെ മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമുക്ക് എർത്തിൽ ഒരു ലൈൻ മാത്രമേ കിട്ടിയിട്ടുള്ളൂ അല്ലെ. എർത്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണേ എന്ത് വേണം? നമുക്ക് ലോഞ്ചിറ്റ്യൂഡ്സ് കൂടെ വേണം. ഓക്കെ, ഇപ്പൊ എർത്തിൽ ഒരു ലൈന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അത് 10° നോർത്തോ 10° സൗത്തോ അല്ലെങ്കിൽ 20° നോർത്തോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൈൻ നമുക്ക് കിട്ടും അതിനകത്ത് ഒരു അല്ലെ. പക്ഷെ ഇനി ഒരു പോയിന്റ് എക്സാക്ട്ലി ലൊക്കേഷൻ കിട്ടണമെങ്കിൽ എന്ത് വേണം? ലോഞ്ചിറ്റ്യൂഡ്സും കൂടെ നമുക്ക് കിട്ടണം. അതാണ് ഇനി പറയാം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ലോങ്ങിറ്റ്യൂഡ് വരുന്നതിന് മുന്നേ വേറെയും കുറച്ചും കൂടെ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ഇമ്പോർട്ടന്റ്. ഇക്വേറ്റർ ഒരു ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡ് ആണ്, അതല്ലാതെ വേറെ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. അതിനെ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അടുത്ത് പോവാം. ഇക്വേറ്റർ ആണ് എന്ത് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്, അതിനെ നമ്മൾ 0° എന്ന് വിളിക്കാം. ഇനി 23.5° ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 23.5° ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്തുണ്ട്? വേറെ ലാറ്റിറ്റ്യൂഡ് ഉണ്ട്. ഓക്കെ, ഇത് ഡയഗ്രത്തിൽ ഇത് ഇങ്ങനെ വരച്ചെങ്കിലും ഇത് ആക്ച്വലി ടച്ച് ചെയ്യാത്ത ലൈൻ ആയിട്ട് കേട്ടോ. ഡയഗ്രാം ഇങ്ങനെ കാണിക്കുന്നതാണ് മനസ്സിലാൻ വേണ്ടിയിട്ട്. ഓക്കെ, 23.5° സൗത്ത്, അതേപോലെ നോർത്തിലും ഇതേപോലത്തെ ഒരു 23.5° നോർത്ത് എന്ന് പറഞ്ഞ ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്. അതിനെന്താ വിളിക്കുന്നത്? നോർത്തുള്ളതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കും, സൗത്തുള്ളതിനെ നമ്മൾ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ എന്ന് വിളിക്കും. ഓക്കെ,
രണ്ട് ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് ഇക്വേറ്റർ അല്ലാതെ തന്നെ. ഏതൊക്കെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. എന്താ അതിന്റെ ഡിഗ്രീന്റെ വാല്യൂ എത്രയാണ്? 23.5 ഡിഗ്രി നോർത്ത് ആണ് ക്യാൻസർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്തിലാണ്. ഓക്കെ, ഇത് രണ്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേറെ ലാറ്റിറ്റ്യൂഡ്സ് ആണ്. ഇതെല്ലാം രണ്ടെണ്ണം ഉണ്ട്. അതാണ് ഇതൊക്കെ 66.5 ഡിഗ്രി സൗത്തും 66.5 ഡിഗ്രി നോർത്തും. ഓക്കെ, ഈ സൗത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അന്റാർട്ടിക് സർക്കിൾ. അന്റാർട്ടിക് സർക്കിൾ. നോർത്തിലെ വിളിക്കുന്ന പേരാണ് ആർക്ടിക് സർക്കിൾ. ആർക്ടിക് സർക്കിൾ. ഓക്കെ, ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ്? 0 ഡിഗ്രി, 23.5 ഡിഗ്രി നോർത്ത്, 23.5 ഡിഗ്രി സൗത്ത്, 66.5 ഡിഗ്രി നോർത്ത്, 66.5 ഡിഗ്രി സൗത്ത്. അല്ലെ? ഇങ്ങനെ 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ഓക്കെ, 5 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ഏതൊക്കെ അതിന്റെ പേര്? ഈ ഡിഗ്രീന്റെ നമ്പർ ഓർമ്മ വേണം, അതിന്റെ പേരുകൾ ഓർമ്മ വേണം. ഓക്കെ, ലാറ്റിറ്റ്യൂഡ്സിന്റെ പേരുകൾ. 0 ഡിഗ്രി ഇക്വേറ്റർ, 23.5 ഡിഗ്രി നോർത്ത് ഏതാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ. 23.5 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. 66.5 ഡിഗ്രി നോർത്ത് ആണെങ്കിൽ ആർട്ടിക് സർക്കിൾ. 66.5 ഡിഗ്രി സൗത്ത് ആണെങ്കിൽ അന്റാർട്ടിക് സർക്കിൾ. ഓക്കെ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമുക്കുന്നുണ്ട് ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട്. ഓക്കെ, ഇതില് ഏതൊക്കെയാണ് നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന ലാറ്റിറ്റ്യൂഡ്സ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാണ്? അതോ നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്ന ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാ? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളും. അല്ലെ? നോർത്ത് ഏതിന്റെ കൂടെ ഉണ്ടെന്ന് നോക്കിയാൽ മതി. നോർത്ത് ഏതിന്റെ കൂടെയാണ്? അതൊക്കെ നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക്. അല്ലെ? മനസ്സിലായില്ല? മനസ്സിലായി? നോർത്തേൺ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇക്വേറ്റർ ഡിവൈഡ്സ് എർത്ത് ഇൻടു 2 ഈക്വൽ പാർട്സ്. അതിന്റെ മുകൾ ഭാഗത്തിനെ നമ്മൾ നോർത്തേൺ ഹെമിസ്ഫിയർ വിളിക്കുന്നു, അതിന്റെ താഴെ ഭാഗത്തിനെ സതേൺ ഹെമിസ്ഫിയർ വിളിക്കുന്നു. ഇതിൽ ഇക്വേറ്ററിന്റെ നോർത്തിലുള്ള ഇമ്പോർട്ടന്റ് ലാറ്റിറ്റ്യൂഡ്സ് ഏതൊക്കെയാ? ട്രോപ്പിക് ഓഫ് ക്യാൻസറും ആർട്ടിക് സർക്കിളും ആണ്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, ഏതൊക്കെയാണ് നോർത്തിൽ കിടക്കുന്നത് എന്ന് ചോദിച്ചു. നോർത്തേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നത് ഏതൊക്കെയാണ്? സതേൺ ഹെമിസ്ഫിയറിൽ കിടക്കുന്നത് അന്റാർട്ടിക് സർക്കിളും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ. ഡിഗ്രി വാല്യൂസ് ഓർമ്മ ഉണ്ടല്ലോ? ഇത് പഠിക്കണം. ഡിഗ്രി വാല്യൂസ് ഇമ്പോർട്ടന്റ് ആണ്. ഡിഗ്രി വാല്യൂസ് ഇമ്പോർട്ടന്റ്. ഓക്കെ, സംശയം ഉണ്ടെന്തെങ്കിലും? അല്ലേ? ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ലാറ്റിറ്റ്യൂഡ്സ് വരക്കുമ്പോൾ നമ്മള് ഈ പോൾസിൽ വന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടെ നിന്നാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെയാണ് എന്റെ കണ്ണുള്ള, ഞാൻ ഇവിടെ നിന്നാണ് വ്യൂ ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സിന്റെ സൈസ് എങ്ങനെയായിരിക്കും? ഞാൻ പറഞ്ഞത് സർക്കിൾസ് ആയിരിക്കും. ഒരു സൈഡ് നോക്കുമ്പോൾ ലൈൻ ആയിട്ട് തോന്നുക, മൊത്തത്തിൽ സർക്കിൾ ആയിരിക്കും. അല്ലെ? ഇവിടുന്ന് ഞാൻ നോക്കുകയാണെങ്കിൽ എന്താണ് അതിന്റെ ലാറ്റിറ്റ്യൂഡ്സ് എങ്ങനെയായിരിക്കും? കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും. അല്ലെ? ആദ്യം ചെറിയ സർക്കിൾ, പിന്നെ വലിയ സർക്കിൾ, പിന്നെ വലിയ സർക്കിൾ, പിന്നെ വലിയ സർക്കിൾ. അല്ലെ? ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അല്ലെ? ഏറ്റവും വലുത് ഏതായിരിക്കും? ഏറ്റവും വലുത് 0 ഡിഗ്രി ഇക്വേറ്റർ. അല്ലെ? ഏറ്റവും വലിയ സർക്കിൾ ഏതായിരിക്കും? ഇക്വേറ്റർ. ഇക്വേറ്റർ കഴിഞ്ഞാൽ പിന്നെ ഏതായിരിക്കും? ചെറുതായിട്ട് ചെറുതാവാൻ തുടങ്ങും. പിന്നെയും ലാറ്റിറ്റ്യൂഡ്സ് ഉണ്ട് അടിയിലേക്ക്, പക്ഷെ എന്താണ് അത്? പക്ഷെ സൈസ് ചെറുതായിരിക്കും. അല്ലെ? പിന്നെയും ഇതിനുള്ളിൽ തന്നെ വരും. അല്ലെ?
അങ്ങനെ ഉണ്ടാവുക. അപ്പൊ അതൊന്ന് മനസ്സിലാക്കണം. അപ്പൊ ഇക്വേറ്റർ ആണ് ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ്. ഇക്വേറ്റർ ഇസ് ദ ലാർജസ്റ്റ് ലാറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഇക്വേറ്റർ ആണ്. മനസ്സിലായോ? ചിത്രത്തിൽ മനസ്സിലാവില്ലേ? ഇവിടെ ചെറിയ ലാറ്റിറ്റ്യൂഡ് ആണ്. 80 ഡിഗ്രി ചെറുതാണ്, 60 ഡിഗ്രി അതിനേക്കാളും വലുതാണ്, 40 അതിലും വലുതാണ്, 20 അതിലും വലുതാണ്, ഇക്വേറ്റർ ഏറ്റവും വലുതാണ്. പിന്നത്തെ 20 തുടങ്ങുമ്പോൾ എന്താ? എർത്ത് പിന്നെയും ഇവിടെ ചെറുതാവാൻ തുടങ്ങുകയാണ് അവിടെ, അല്ലെ? താഴോട്ട് പോകണം. അപ്പൊ ഇത് ഇക്വേറ്ററിന്റെ ഉള്ളിലാണ് വരിക വരയ്ക്കുമ്പോൾ. മുകളിൽ നോക്കുമ്പോൾ ഉള്ളിലെ വരും. ഡയഗ്രത്തിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. മുകളിൽ നോക്കുമ്പോൾ എന്തായിരിക്കും? 20 ഡിഗ്രി സൗത്ത് ഇതിന്റെ ഉള്ളിൽ തന്നെ വരും, അല്ലെ? ഓക്കെ അല്ലേ? മനസ്സിലായോ? ഇപ്പൊ ഏറ്റവും വലിയ ലാറ്റിറ്റ്യൂഡ് ഏതാണ്? ഏതാണ് ഏതാണ് ഏറ്റവും ലാറ്റിറ്റ്യൂഡ്? ആ, വായ തുറന്ന് ഒക്കെ പറ. ഓക്കെ, ഞങ്ങൾക്ക് സൗണ്ട് ഇല്ല. ഞാൻ ഒന്ന് പുറത്തു പോയാൽ നിങ്ങൾ സൗണ്ട് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അല്ലെ? ഇപ്പൊ ആ ഒരു സൗണ്ട് ഒന്നും ഇങ്ങോട്ട് വരുന്നില്ല. ഓക്കെ, ഇത് ഓക്കെ അല്ലേ? സംശയം ഉണ്ടോ? So, the size of parallels of latitude decreases as we move away from the equator. As we move away from the equator, എന്താണ്? Size of latitudes decreases. അതാണ് നമ്മൾ പറഞ്ഞത്. പോൾസിൽ ഏറ്റവും ചെറുതായിരിക്കും, പോൾസിൽ ഒരു പോയിന്റ് പോലെ ആയിരിക്കും പോൾസിൽ. പിന്നെ അത് കുറച്ച് വലുതാവും വലുതാവും വലുതാവും, ലാസ്റ്റ് ഇക്വേറ്ററിൽ എത്തുമ്പോൾ ഏറ്റവും വലുതായിരിക്കും. അപ്പൊ നമ്മൾ ഇക്വേറ്ററും ദൂരത്തേക്ക് പോകണമെങ്കിൽ അത് ചെറുതായിക്കൊണ്ടിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. As we move away from equator, the parallels of latitude decreases. അതിന്റെ സൈസ് ചെറുതായിക്കൊണ്ടിരിക്കും. ഓക്കെ, സംശയം എന്തുണ്ടാവും? ഓക്കെ ആണോ? ഓക്കെ, അതിന് നമുക്ക് ഹീറ്റ് സോൺസ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഹീറ്റ് സോൺസ് ഈ ലിക്വിഡ് വെച്ചിട്ട് തന്നെ നമ്മളെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ഹീറ്റ് സോൺസ്. എർത്തില് സൂര്യപ്രകാശം കിട്ടുന്ന ഏരിയാസ് കൂടുതൽ കിട്ടുന്ന എവിടെയാണ്, കുറവ് കിട്ടുന്ന എവിടെയാണ്. അപ്പം കൂടുതൽ ഹീറ്റ് കിട്ടുന്നിടത്ത് വെള്ളം ഏത് ഫോമിലായിരിക്കും? വാട്ടർ ഫോമിലായിരിക്കും. കൂടുതൽ കുറവ് കിട്ടുന്നിടത്ത് എന്തായിരിക്കും? അത് ഐസിന്റെ ഫോമിലേക്ക് മാറും, അല്ലെങ്കിൽ സ്നോ ഫോമിലായിരിക്കും, അല്ലെ? പോൾസിലൊക്കെ എന്താണ്? ഐസ് ആയിട്ടാണ് കിടക്കുന്നത്, അല്ലെ? ആ ഒരു വ്യത്യാസം നമ്മള് ഈ ഹീറ്റ് സോൺസ് ഈ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് വെച്ച് നമ്മൾ അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ ഡയഗ്രാം ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ പറഞ്ഞു, ആർട്ടിക് സർക്കിൾ പറഞ്ഞു, ഇക്വേറ്റർ പറഞ്ഞു, ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ പറഞ്ഞു, അന്റാർട്ടിക് സർക്കിൾ പറഞ്ഞു, അല്ലെ? ഈ മൂന്ന്, അല്ലെങ്കിൽ ഒരു 1 2 3 5 ഉണ്ട്, അല്ലെ? പിന്നെ ഇതല്ലാതെ തന്നെ ഇവിടെ പോൾസിന്റെ നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. മൊത്തം 7 സാധനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഈ 7 അല്ലെങ്കിൽ ഈ ഒരു ഇതിൽ ലൈൻസ് ആണ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ഓരോ ഏരിയനെ നമുക്ക് എന്ത് പറയാം? വേറെ വേറെ ഹീറ്റ് സോൺ ആയിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യും. വേറെ വേറെ ഹീറ്റ് സോൺ ആയിട്ട് നമ്മൾ ഇതിനെ ക്ലാസിഫൈ ചെയ്യും. ഓക്കെ,